ഓക്കെ. ഇന്ന് നമ്മളുടെ മുമ്പിലിരിക്കുന്നത് ഇന്റർവെൽ എന്ന് പറയുന്ന എഡ്ടെക് സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടറായ റമീസ് അലി ബ്രോ ആണ്. ലാസ്റ്റ് നമ്മൾ എപ്പോഴാണ് കണ്ടിട്ടുണ്ടാവുക? അവൻ്റെ ഹഡിലിനാണ് ലാസ്റ്റ് കണ്ടത്. അന്ന് സ്പീക്കറായിരുന്നു നിവിൻ. ഇന്റർവെല്ലിൻ്റെ ഒരു എക്സിറ്റ് സെലിബ്രേഷൻ അല്ല, അടുത്ത സ്റ്റാർട്ടപ്പിന്റെ ലോഞ്ചും അതിന്റെ സെലിബ്രേഷൻ. എക്സിറ്റ് സെലിബ്രേറ്റ് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എക്സിറ്റ് സെലിബ്രേറ്റ് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ഒരു ഫ്യൂ വേർഡ്സിൽ വാട്ട് ഈസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ? ഇന്റർവെൽ എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഒരു ഇൻവെസ്റ്റർ പിച്ച് ചെയ്യുന്ന സമയത്ത് ഇന്റർവെല്ലിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയായിരുന്നു? ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അത് കുറച്ചും കൂടെ ഡിഫറെന്റ് രീതിയിലാണ്. കാരണം നമ്മുടെ കുറച്ച് USPs എന്ന് പറയുന്നത് ഹൈപ്പർ പേഴ്സണലൈസേഷൻ ആണ്. കമ്പയറിംഗ് ടു അതർ ബിഗ് എഡ്ടെക്സ് ഇൻ ഇന്ത്യ, നമ്മളൊരു ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. കുട്ടികൾക്ക് കുറച്ചും കൂടെ പേഴ്സണലൈസ് ചെയ്ത് ക്യൂറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കോഴ്സസും കൊടുക്കുന്നത്. ഇപ്പോൾ ലെറ്റ്സ് സേ 10,000 സ്റ്റുഡൻസ് അറ്റ് എ ടൈം പഠിക്കുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു ലൈക്ക് ദേ ആർ ആക്ച്വലി ലേണിംഗ് 10,000 ഡിഫറെൻറ്റ് കോഴ്സസ്. അവർക്കനുസരിച്ച് പേഴ്സണലൈസ് ചെയ്തിട്ടാണ് ഈച്ച് ആൻഡ് എവറി കോഴ്സ് ഉള്ളത്. സോ അതാണ് ഒരു USP വരുന്നത്. പിന്നെ നമ്മുടെ വേറെ USP വരുന്നത് ഇൻ ബിസിനസ് ടേംസിൽ അതിൻ്റെ അഫോർഡബിലിറ്റിയാണ്. ഹൈപ്പർ പേഴ്സണലൈസ്ഡ് പ്ലാറ്റ്ഫോംസും ഒരുപാടുണ്ട് ഇന്ത്യയിൽ. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലോബൽ പ്ലേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അഫോർഡബിൾ പ്ലാറ്റ്ഫോമാണ്. പ്ലസ് നമ്മുടെ പ്രോഫിറ്റബിൾ പ്ലാറ്റ്ഫോമാണ്. എപ്പോഴും ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആകുമ്പോൾ അവരുടെ യൂണിറ്റ് എക്കണോമിക്സ് ഭയങ്കര മോശമായിരിക്കും. അവരുടെ CAC കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മുടേത് പ്രോഫിറ്റബിൾ യൂണിറ്റ് എക്കണോമിക്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയുമ്പോൾ പറയാറ്. സോ ദ USP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അൺഅക്കാദമി ആയിക്കോട്ടെ, ബൈജൂസ് ആയിക്കോട്ടെ, വളർന്നു വന്ന എഡ്ടെക്, ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ദ USP ഈസ് ഈ പറഞ്ഞ അതെ പേഴ്സണലൈസേഷൻ തന്നെയാണ് USP. പിന്നെ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസ് ഒക്കെ കാറ്റർ ചെയ്യുന്ന മാർക്കറ്റും നമ്മൾ കാറ്റർ ചെയ്യുന്ന മാർക്കറ്റും ഡിഫറെൻ്റ് ആണ്. നമ്മളെപ്പോഴും ചെറിയ കുട്ടികൾ, 2.5 വയസ്സ് മുതൽ 10-12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മളുടെ ഫോക്കസ്. ഈ പറഞ്ഞ ഏജ് സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നവരല്ല ഇവരാരും. AI ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. AI എഡ്യൂക്കേഷൻ സെക്ടറിനെ റീപ്ലേസ് ചെയ്യോ അതോ റീഡിഫൈൻ ചെയ്യോ അതോ അതിന് സപ്പോർട്ടായിരിക്കുമോ? ആദ്യം പറഞ്ഞത് എന്തായാലും ഇല്ല റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും, സിൻസ് മനുഷ്യന്മാരുണ്ടായിട്ടുള്ള കാലഘട്ടം മുതലേ എഡ്യൂക്കേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുണ്ട്. അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്ന രീതി മാറുന്നുണ്ട് എന്നേ ഉള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസം ആസ് എ ഹോൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആസ് എ ഹോൾ ഒരിക്കലും പോവില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയൊക്കെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അത് AI വരുമ്പം ഒന്നും കൂടെ ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ആവും. ഇപ്പോൾ ഹൈപ്പർ പേഴ്സണലൈസ്ഡ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും അത് പേഴ്സണലൈസ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ്. അതിനെ ഹൈപ്പർ പേഴ്സണലൈസേഷനിലേക്ക് കൊണ്ടുപോകാനും, അതുപോലെ അസസ്മെന്റിൽ വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവരാനൊക്കെ AI ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അസസ്മെന്റ് ഇൻ ദ സെൻസ് നമ്മുടെ എക്സാംസ് ആയി കഴിഞ്ഞാലും ബാക്കി അസസ്മെന്റ് രീതികളൊക്കെ ആയി കഴിഞ്ഞാലും ഒരുപാട് കാലങ്ങളായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാത്തൊരു സെഗ്മെന്റാണ്. ആ സെഗ്മെന്റിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനും പുതിയ രീതിയിലുള്ള എക്സ്പ്ലോറേഷനൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയാണ് ആ എഡ്ടെക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. എഡ്ടെക് നിലവിലൊരു സാച്ചുറേറ്റ് മാർക്കറ്റാണോ, അല്ലെങ്കിൽ ഇപ്പോഴും എന്തെങ്കിലും മാർക്കറ്റിൽ ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരു എഡ്ടെക് ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക്? ഒരിക്കലും നമുക്ക് എഡ്യൂക്കേഷൻ ആസ് എ സെക്ടർ, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയി കഴിഞ്ഞാൽ ഹെൽത്ത് ആയി കഴിഞ്ഞാലും ഇവിടെയൊന്നും ഒരിക്കലും സാച്ചുറേഷൻ സംഭവിക്കില്ല. അത് മനുഷ്യകുലം എത്ര കാലത്തോളം ഉണ്ടോ അത്രയും കാലം ഉണ്ടാവുന്ന 2 സെക്ടേഴ്സാണ് എഡ്യൂക്കേഷൻ, ഹെൽത്തൊക്കെ. അപ്പോൾ എഡ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കുന്ന രീതിയും പഠിപ്പിക്കുന്ന രീതിയൊക്കെ മാറുമായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്ന സബ്ജക്റ്റും കോണ്ടന്റ് ഒക്കെ മാറുമായിരിക്കും. പക്ഷേ ആ എഡ്ടെക് ആസ് എ ഹോൾ എല്ലാ കാലത്തും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി AI വരുമ്പം മേ ബി ഇപ്പം നമ്മൾ പഠിക്കുന്നത് സോഫ്റ്റ് സ്കിൽസ്, അല്ലെങ്കിൽ ലെറ്റ്സ് എ നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ അതുപോലത്തെ മോഡേൺ കോഴ്സുകൾ, അല്ലെങ്കിൽ AI, ഡാറ്റാ സയൻസ്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പോലത്തെ കോഴ്സുകളൊക്കെ മേ ബി നമ്മൾ കുറച്ചും കൂടെ സെൽഫ് ലേൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറും. എന്നിട്ട് കുറച്ചും കൂടെ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണ്ട, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വേണ്ട, അല്ലെങ്കിൽ സിസ്റ്റം തിങ്കിങ് വേണ്ട, അല്ലെങ്കിൽ മേ ബി നെഗോഷിയേഷനൊക്കെ പോലത്തെ സ്കിൽസ് പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സ് മേ ബി ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ സ്കൂൾസൊക്കെ ചിലപ്പം കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന സ്പേസിൽ നിന്നും മാറിയിട്ട് ഇത്തരം സ്കിൽസ് പഠിക്കുന്ന സ്പേസ് ആയിട്ട് മാറുമായിരിക്കും. പക്ഷേ എഡ്യൂക്കേഷനിൽ എപ്പോഴും പുതിയ പുതിയ വോയിഡ് സ്പേസസ്, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. അതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ അടുത്ത വോയിഡ് സ്പേസസ് ആണ്. അതായത് കുട്ടികളെപ്പോഴും ടീച്ചേഴ്സിനേക്കാളും നോളജ് ഉള്ളവരാണ് ഇപ്പം, അല്ലെങ്കിൽ കോണ്ടന്റ് ടീച്ചർ ആക്സസ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ഇപ്പോൾ സ്റ്റുഡൻസ് ആക്സസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ ഇവർക്ക് ഒരു ട്രെയിനറുടെയോ ഒരു മെൻറ്ററുടെയോ അല്ലെങ്കിൽ ഒരു ടീച്ചറുടെയോ സഹായം പലപ്പോഴും വേണ്ട എന്നുള്ള രീതിയിലെത്തി. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ മേ ബി നെക്സ്റ്റ്
ബിഗ് തിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇത്തരം സ്കിൽസ് ആയിരിക്കും. ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ നെഗോഷിയേഷൻ അല്ലെങ്കിൽ സിസ്റ്റം തിങ്കിങ് പോലത്തെ പരിപാടികളൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ ട്രെയിൻ ചെയ്യണമെങ്കിൽ മേ ബി ഒരു മെൻറ്റർ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണ്ടി വരിക. അപ്പോൾ അത് അടുത്ത വോയിഡ് സ്പേസ് ആണ്. അല്ലെങ്കിൽ AI വരുന്നു. ഇപ്പോൾ AI വന്നപ്പോൾ വൈബ് കോഡിങ് ഒരുപാട് പേര് സെൽഫ് ലേൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ട് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളത് ഒരുപാട് പേര് സെൽഫ് ലേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളത് അടുത്തൊരു വോയിഡ് സ്പേസ് ആയി. കാരണം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ സെൽഫ് ലേൺ ചെയ്യാൻ പറ്റില്ല, അതൊരു ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പുതിയ വോയിഡ് സ്പേസസ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ളൊരു സെക്ടറാണ് ശരിക്കും എഡ്യൂക്കേഷൻ. ഒരു എഡ്ടെക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ, ഉദാഹരണം ഇന്റർവെൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന് ആസ് എ ഫൗണ്ടർ അവിടെ എക്സ്പീരിയൻസ് ആണോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ, നെറ്റ്വർക്ക് ആണോ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത്? ഒരു ബ്രാൻഡ് ഇൻ ദ സെൻസ്, ഇപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് പൈസ ഇറക്കി കഴിഞ്ഞാൽ മേ ബി ആളുകൾക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ മേ ബി ഒരു 1 or 2 quarters മതിയായിരിക്കും. പക്ഷേ ലെറ്റ്സ് സേ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ലെഗസി ബ്രാൻഡ് ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു ലെഗസി ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഇറ്റ് ക്യാൻ ബി ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓൺലി എന്നുള്ളതാണ്. അതായത് എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആകുമ്പോൾ അവിടെ സ്റ്റുഡൻ്റ് ഉണ്ട്, ആ സ്റ്റുഡൻറ്റിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റിൻ്റെ പുറത്ത് മാത്രമേ നമുക്കൊരു ലെഗസി ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇറ്റ്സ് വെരി ഈസി ടു ബിൽഡ് ബ്രാൻഡ്സ് ഓൺ ടോപ്പ് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ് ഓഫ് ഫൗണ്ടേഴ്സ്, ഓൺ ടോപ്പ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം. അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ബിഗ് ബ്രാൻഡ്സ് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇന്ന് പല ബ്രാൻഡ്സും ഇല്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എല്ലാം 1-8 wonders ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബിൽഡ് ഓൺലി ടോപ്പ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. പിന്നെ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ബ്രാൻഡിങ് ഓഫ് ഫൗണ്ടേഴ്സ് ഒരു പരിധി വരെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനും മേ ബി ചില സെക്ടേഴ്സിലേക്ക് ഇനീഷ്യലി കുറച്ച് കസ്റ്റമേഴ്സിന് അക്വയർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഫൗണ്ടേഴ്സ് ബ്രാൻഡിങ് ഉപയോഗിച്ച് മാത്രം നമുക്ക് ഒരു ലെഗസി ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഓൺ ടോപ്പ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കസ്റ്റമർ ലോയാലിറ്റി മാത്രമേ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്റർവെൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നില്ല ഒരു പക്ഷേ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പം ആ സമയത്ത് ആദ്യത്തെ ഒരു 1000 കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ എന്തായിരുന്നു സ്ട്രാറ്റജി, അല്ലെങ്കിൽ എങ്ങനെ 1000 കസ്റ്റമേഴ്സിലേക്ക് എത്തി? തുടക്കത്തിൽ ഞങ്ങൾ കോ ഫൗണ്ടേഴ്സ് ആരും തന്നെ, ഇപ്പം ഞാനാവട്ടെ അല്ലെങ്കിൽ എൻ്റെ ഒരു കോ ഫൗണ്ടേഴ്സ്, ഞങ്ങളുടെ ഇനീഷ്യൽ ടീം മെമ്പേഴ്സ് ഒന്നും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളവരല്ല, ഒരു ഫീൽഡിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളവരല്ല. കാരണം ഞങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആയിരുന്നു, കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളിത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. അന്നത്തെ ഞങ്ങളുടെ ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ആ കെയോസ് ആയിരുന്നു ഞങ്ങളുടെ കോൺഫിഡൻസ്. വി ക്യാൻ ഡു വാട്ട് എവർ വി വാണ്ട് ടു, ബിക്കോസ് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. ഇതാണ് ഗുഡ് വേ, അല്ലെങ്കിൽ ഈ ദിസ് വേ ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ള ഒരു തോട്ടും നമുക്കില്ല. നമ്മുടെ മനസ്സിൽ വരുന്ന എന്തും ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനീഷ്യൽ കാലഘട്ടത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട്. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഡോർ ടു ഡോർ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കോ ഫൗണ്ടേഴ്സിൽ ചിലരൊക്കെ അവർ സൈൻ ബോർഡ്സ് വെച്ചിട്ട് ബസ് സ്റ്റാൻഡിലൂടെയൊക്കെ നടന്നിട്ടുണ്ട്. അത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വോയിസ് മാർക്കറ്റിംഗ് ആയിരുന്നു. പക്ഷെ അന്ന് നമ്മൾ അത് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു Tier 4 വില്ലേജിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിനും പുറത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിൻ്റെ കൂടെ നോട്ടീസ് വരുന്നത്. അതാണ് നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് കാണുന്നത്. അതുപോലെ ഫ്ലെക്സ് ബോർഡ്സും. അപ്പോൾ ബിൽ ബോർഡ്സ് വെക്കാനുള്ള ഒരു ക്യാപിറ്റൽ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പത്രത്തിനൂടെ നോട്ടീസ് ഇടുന്ന പരിപാടി ഞങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടുകൾ തോറും ഡോർ ടു ഡോർ കയറിയിട്ട് നമ്മൾ ഈ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിൻ്റെയും അതുപോലെ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ പാരൻസിൻ്റെ അടുത്ത് നമ്മളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡോർ ടു ഡോർ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്മോൾ മീറ്റപ്സ്, കുടുംബശ്രീ ലെവലിലൊക്കെ നമ്മൾ ചെറിയ മീറ്റപ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ നമ്മൾ മദേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മളത് ക്യൂറേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 200-250 കസ്റ്റമേഴ്സൊക്കെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും അക്വയർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ചെറിയ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള കുറച്ച് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടൊക്കെ ആയിരിക്കും മേ ബി ഒരു 1000-ലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇനീഷ്യൽ കസ്റ്റമർ ഓൺ ബോർഡിങ് എല്ലാം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് വേണ്ടാത്ത ബെസ്റ്റ് ആൻഡ് ദ ബേസിക് സ്കിൽ എന്തായിരിക്കും? സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് വേണ്ടാത്തതാണോ വേണ്ടതായിട്ടുള്ള സ്കിൽ? അത് ബേസ്ഡ് ഓൺ ദി സ്കെയിൽ ഓർ ബേസ്ഡ് ഓൺ ദി സ്റ്റേജ് ആണ് ആക്ച്വലി. അപ്പോൾ ഒരു ഏർലി സ്റ്റേജിൽ ഐ വുഡ് സേ ആ ക്യൂരിയോസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിലൊക്കെ ഒരു റിജിഡ്നെസ് കീപ്പ് ചെയ്യുന്നതിന് പകരം ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കുക, നമ്മളെല്ലാത്തിനോടും ക്യൂരിയസ് ആയിട്ടിരിക്കുക, ഒരു ലേണിംഗ് മെൻറ്റാലിറ്റി. ലേണിംഗ് തന്നെയാണ് അതിലെ ബെസ്റ്റ് വേർഡ് ഐ വുഡ് സേ.
ആ ലേണിംഗ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തും നമ്മുടെ കോ ഫൗണ്ടേഴ്സിൻ്റെ അടുത്തും ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ചിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും അതിനനുസരിച്ച് നമ്മുടെ കമ്പനീനെ സ്കെയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരുപാട് സ്കിൽസ് വേണം ഒരു ഫൗണ്ടറെ സംബന്ധിച്ച്. പക്ഷേ ഈ ലേണിംഗ് സ്കിൽ would be one ideal thing that can help anyone to learn other skills, I would say. ഇപ്പോൾ ഇൻ്റർവെൽ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലുണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇൻ്റർവെൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർട്ടപ്പ് കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ റമീസ് അലി ആരാവുമായിരുന്നു റമീസ് അലി? സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രിസൈസ് ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ത്രൂ ഔട്ട് മൈ ലൈഫ് വാസ് ലൈക്ക് എ റോളർ കോസ്റ്റർ ലൈഫ്. എനിക്ക് ഒരുപാട് അപ്സ് ഡൗൺസ് ഉണ്ട്, കേർവ്സ് ഉണ്ട്. ബിക്കോസ് ഞാൻ ആദ്യം എഞ്ചിനീയർ ആവണമെന്ന് വിചാരിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു സ്കൂളിങ്ങിന്. ഞാൻ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. തൃശ്ശൂരിലേക്ക് പോകുന്നത് എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഗ്രഹത്തിലാണ്. പിന്നെ ഞാൻ അവിടുന്ന് ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറമെ വേറെ നാട്ടിലേക്ക് പോകുന്നു റിപ്പീറ്റിനും വേണ്ടിയിട്ട്. അവിടുത്തെ എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എത്തിയത് ഒരു മെഡിക്കൽ കോളേജിലൊന്നുമല്ല, ഞാൻ എത്തിയത് ഒരു ലോ സ്കൂളിലാണ്. എന്നിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ ബിസിനസ്സാണ്. സോ ഐ ഹാവ് ട്രാവൽ ത്രൂ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. എപ്പോഴും എൻ്റെ ഇൻഡ്യൂഷൻ അനുസരിച്ച് എനിക്ക് എൻ്റെ ലൈഫിനെ ടേൺ ചെയ്യിക്കാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റിയും അതിനുള്ളൊരു പ്രിവിലേജസും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ മേ ബി ഇതില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ എന്തിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നു, അതിൽ എത്രത്തോളം എനിക്ക് ത്രില്ല് ഉണ്ടാവും എന്നുള്ളതിനനുസരിച്ചാണ്. പിന്നെ പ്രോബബിലിറ്റി കൂടുതൽ എപ്പോഴും ലോയർ ആവാനാണ്. ബിക്കോസ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത എൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ LLB ആണ്, BBA LLB ഹോണേഴ്സ്. ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് പ്രോബബിലി ലോയർ ആവാനാണ് സാധ്യത. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്നെ ടീച്ചിങ് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇൻ്റർവെല്ലിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ടീച്ചിങ് മേ ബി ഒരു കരിയറായിട്ട് പേഴ്സ്യൂ ചെയ്യുമായിരുന്നെങ്കിൽ മേ ബി ഒരു അധ്യാപകനാവാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു വക്കീൽ. ഇൻ്റർവെല്ല് ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത് ബൂട്ട് സ്ട്രാപ്പാണ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഒരു ടീം ബിൽഡ് ചെയ്ത് കസ്റ്റമേഴ്സിന് അത്യാവശ്യം അക്വയർ ചെയ്തതിന് ശേഷമാണ് കമ്പനി രജിസ്ട്രേഷനിലേക്ക് പോകുന്നത് തന്നെ. അതിനുശേഷമാണ് ഫണ്ട് റേസിംഗിലേക്ക് പോകുന്നത്. ഹഡിൽസ് എന്തൊക്കെയായിരുന്നു ഫണ്ട് റേസിങ്ങിൻ്റെ സമയത്ത് ആസ് എ ടീം? ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹേർഡിൽ. കാരണം നമ്മൾ 2023 ഫസ്റ്റ് ഫണ്ട് റേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യാനും വേണ്ടിയിട്ട് തീരുമാനിച്ചത് തുടങ്ങുന്നത് 2023 സംവർ അറൗണ്ട് ദി എൻഡ് ഓഫ് 2021 അപ്പോൾ 2022 നമ്മൾ ഫുൾ ഫ്ലെഡ്ജിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് വി കുഡിൻ. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് എടുത്ത് പിച്ച് ചെയ്തിട്ടുണ്ട്. അക്രോസ് കേരള എല്ലാ ഏഞ്ചൽ നെറ്റ്വർക്കിലും എല്ലാ ഏഞ്ചൽസിനും നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. എപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എക്കണോമിക്സ് ഭയങ്കര ഇറ്റ് ലുക്സ് വെരി ബാഡ്. കാരണം അതിലെങ്ങനെ പ്രോഫിറ്റബിലിറ്റി എത്തും അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂസിങ് പാർട്ടായിരുന്നു. ഇറ്റ് കനോട്ട് ബി പ്രൂവ്ഡ് അൺലെസ് പ്രൂവ്ഡ്. നമ്മൾ റിയൽ ലൈഫിൽ പ്രൂവ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മേ ബി നമ്മുടെ കുറവ് കൊണ്ടായിരിക്കാം. ബട്ട് മോസ്റ്റ് പേഴ്സൺസ് whom I have pitched conveyed that this is not like a scalable business or it cannot be profitable in any near future എന്നൊക്കെ. അപ്പം നമ്മൾ ആക്ച്വലി 2023 ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമുക്ക് മോർ ദാൻ 1.4 crore MRR ഉണ്ട്. ബട്ട് വി സ്റ്റാർട്ടഡ് ടു പിച്ച് വെൻ വി ഹാഡ് ലൈക്ക് 20 lakhs MRR. ആ ഒരു സമയത്താണ് നമ്മൾ പിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയും 50 lakhs എത്തൂല എന്ന് പറയും. നമ്മൾ 50 lakhs എത്തിച്ചിട്ട് വീണ്ടും പോയി പിച്ച് ചെയ്യും. അപ്പോൾ പറയും 75 എത്തൂല എന്ന് പറയും. 75 പോയിട്ട് പിച്ച് ചെയ്യും. അപ്പോൾ 1 എത്തൂല എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും വർക്ക് ചെയ്തിട്ട് മന്ത്ലി റവന്യൂവിനെ 1 crore എത്തിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും മേ ബി ഈഗോ ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ ഫണ്ട് റേസ് ചെയ്താൽ മാത്രമേ കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്താൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വി ഹാഡ് അവർ ഓൺ വേ ടു സോർട്ട് ഇറ്റ് ഔട്ട്. നമ്മൾ റവന്യൂവിൽ ഫോക്കസ് ചെയ്യും, പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യും. നമ്മളെപ്പോഴും റവന്യൂവിൽ സ്റ്റാഗ്നൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ പ്രൊഡക്ട്സ് ചിന്തിക്കും, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ എപ്പോഴും നമ്മൾ റവന്യൂ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ കമ്പനീനെ ഗ്രോ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് നമ്മളെപ്പോഴും കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ള അപ്രോച്ച് ഉള്ളത് കൊണ്ടും കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പീപ്പിൾ ഫസ്റ്റ് എന്നുള്ള അപ്രോച്ച് ഉള്ളതും കൂടെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി 2023 സമയത്ത്. ആൻഡ് ദാറ്റ്സ് ഹൗ വി റേസ്ഡ് അവർ ഫസ്റ്റ് പ്രീ-സീഡ് റൗണ്ട് ഇൻ 2023. മൈക്കെയർ ഹെൽത്തിൻ്റെ സെനുസാം എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി എൻ്റെ സുഹൃത്താണ്. അതെ, നമ്മളുടെ സുഹൃത്താണ്. സെനുസാം ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റർ അടുത്ത് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻട്രോ തുടങ്ങിയ സമയം
പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു. അവസാനം 5 മണി കഴിഞ്ഞ് ആ ചേച്ചി അവിടുത്തെ അടിച്ചു വരുന്ന വൃത്തിയാക്കുന്ന ചേച്ചി വന്ന ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോൻ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ ഇൻവെസ്റ്റർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആള് വീട്ടിലേക്ക് എപ്പോഴേ പോയി എന്ന് പറഞ്ഞ് ആള് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കരഞ്ഞ ഒരു ഇൻസിഡൻറ്റ് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻവെസ്റ്ററിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ച് ജേണിയിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അത് പിന്നീട് പുള്ളിക്ക് വാർമൈൻഡൊക്കെ കയറി ഫയറൊക്കെ കയറി പുള്ളി അവിടെ നിന്ന് തന്നെ ഫണ്ട് റേസ് ചെയ്തൊരു എക്സ്പീരിയൻസും ഉണ്ട്. അതുപോലെ ഈ ഫൗണ്ടിങ് ടീമിൽ ഇതുപോലൊരു ഇൻസിഡൻറ്റ്, ഒരു 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 സ്ട്രഗിൾ ഇൻസിഡൻറ്റ് പറയാൻ പറഞ്ഞാൽ ഞാൻ ആരുടെയും പേരോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ എടുത്ത് ഇതുപോലെ ഞാനൊരു ഹഡിൽ വെച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ച് ചെയ്തിട്ടുണ്ട്. 2022 വിചാരിക്കുന്നത്, 2022 അപ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്നത്, നീ ലോ അല്ലേ പഠിച്ചത്, നിനക്ക് ഏറ്റവും ബെസ്റ്റിംഗ് എന്ന് പറയുന്നത് യു ഗോ ആൻഡ് പെർസ്യൂ യുവർ ലോ, അത് നീ കരിയറാക്കി ചൂസ് ചെയ്യും. നിന്നെക്കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കോഫൗണ്ടിങ് ടീമിനെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. കാരണം ഞങ്ങൾക്ക് ആർക്കും ബാക്ക്ഗ്രൗണ്ട് ഇല്ല ബിസിനസ്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറ്റിയ പരിപാടിയല്ല. പിന്നെ ഇതൊരു പൊട്ട ബിസിനസ്സാണ്. ഞാൻ ഇന്നത്തെ ദിവസം കേട്ട പിച്ചിൽ ഏറ്റവും മോശം പിച്ച് ഇതായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും മോശം പ്രൊഡക്റ്റ് ഇതായിരുന്നു. പിച്ചിനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ മോശം പ്രൊഡക്റ്റ് ഇതാണ്. ഇതിനൊരു ടെക് ബിസിനസ്സെന്നോ അല്ലെങ്കിൽ ഇതിനൊരു സ്റ്റാർട്ടപ്പായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് എൻ അഗ്രഗേറ്റർ തിങ്, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഇത് 50 കൊല്ലം മുന്നേ കേരളത്തിലുള്ള സംവിധാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം അങ്ങനത്തെ കുറച്ച് കൊമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ സാഡായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവണമെന്നോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു സെലിബ്രേറ്റഡ് ഫണ്ട് റേസ്ഡ് സ്റ്റാർട്ടപ്പിൻ്റെ ബാനറിൽ അറിയപ്പെടണമെന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. നമ്മളിത് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള കുട്ടികളെ കാറ്റർ ചെയ്തുകൊണ്ട് തുടങ്ങുന്നു. പിന്നീട് കുട്ടികളായിരുന്നു നമുക്കെല്ലാം. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, അവർക്ക് നല്ല കെയർ കിട്ടണം, നമ്മുടെ പ്രൊഡക്റ്റ് അവരെ സെർവ് ചെയ്യുമ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫോക്കസ്. അപ്പോൾ ഇതൊരു സൈഡിൽ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ടും നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്സിലും നമ്മുടെ ടീമൊക്കെ ഇതിൻ്റെ പോസിറ്റീവ് കമൻസും പോസിറ്റീവ് ഫീഡ്ബാക്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് അത്യാവശ്യം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ ആ സൈഡിലുണ്ട്. അപ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കവക്കുന്ന രീതിയിൽ ഇപ്പുറത്തെ ഒരു ഡീമോട്ടിവേഷൻ തരാൻ ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സിന് ആർക്കും അന്നും പറ്റില്ല, ഇന്നും പറ്റില്ല. അതായിരുന്നു സത്യാവസ്ഥ. പക്ഷേ ഇതേ ഇൻവെസ്റ്റർ ഒരു 2023 എൻഡിൽ ഞങ്ങളടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നോക്കുന്നുണ്ടോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഫണ്ട് റൈസ് ചെയ്തിരുന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഫണ്ട് റൈസ് ചെയ്തു, ഇപ്പോൾ ഞങ്ങൾക്ക് ഫണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ആ സ്പെസിഫിക് ഇൻവെസ്റ്റർ തന്നെ പിന്നെ എന്നെ ഒരു 3-4 തവണ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് റൗണ്ടിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ്സും ഒന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അത് ആക്ച്വലി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഇൻവെസ്റ്റർ പോലെ ചിന്തിക്കുമ്പം ഞാൻ എവിടെ കാശിട്ട് കഴിഞ്ഞാൽ എനിക്കതിനെ എക്സ് റിട്ടേൺസ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുക. അന്ന് അവർക്ക് അത് തോന്നിയില്ല റിട്ടേൺ കിട്ടുമെന്നുള്ളത്, ഇന്ന് അവർക്ക് തോന്നുന്നു, അതുകൊണ്ട് അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എനിക്കിത് ലൈക്ക് യങ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ റിജക്ഷൻ നേരിടുന്നവരുടെ അടുത്ത് ഇത് പറയുമ്പം ഞാൻ ഇത് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് പറയാറുണ്ട്. ലൈക്ക് തിങ്സ് ക്യാൻ ഗോ ഇൻ എനി വേ, ഇതെങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ പാർട്ടിലേക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര ലൈക്ക് പ്രൗഡായിട്ടുള്ള, നമ്മൾ ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടും ഇതുപോലത്തുള്ള സിറ്റുവേഷൻസ് ചാടിക്കടന്നു ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് മറ്റൊരാൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോൾ ചെറിയ പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവും. ഗുഡ്. ഓ, ഒരു ഹോണസ്റ്റ് റിപ്ലൈ ഈ കാര്യത്തിലാണ്. അതായത് ഇപ്പോൾ സ്റ്റാർട്ടപ്സിൻ്റെ റീസെൻറ്റ് ഫീഡ്സ് എടുത്ത് നോക്കിയാൽ, സ്റ്റാർട്ടപ്സിൻ്റെ റീസെൻറ്റ് ന്യൂസുകൾ എടുത്ത് നോക്കിയാൽ ഫണ്ട് റേസ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാം. വി റേസ്ഡ് എക്സ് എമൗണ്ട് എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാം. ശരിക്കും ഫണ്ട് റേസ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ, അല്ലെങ്കിൽ ഫണ്ട് റേസിങ് ഇറ്റ്സ് എ ഗുഡ് തിങ് ഓർ ബാഡ് തിങ്? അതിനും ടു ബി ഹോണസ്റ്റ് ഒരു കറക്റ്റ് ആൻസർ ഇല്ല. അതായത് ഗുഡ് തിങ് ഓർ ബാഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് ഗുഡ് തിങ് ആവാറുണ്ട്, ചില ആളുകൾക്ക് അത് ബാഡ് തിങ് ആവാറുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാത്തിലും വൈ എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഫണ്ട് റേസ് ചെയ്തു, വൈ, അതിൻ്റെ ആൻസറാണ് ഗുഡ് ഓർ ബാഡ് ആവുന്നത്. ഇപ്പം ഞാൻ ഫണ്ട് റേസ് ചെയ്തത്, എല്ലാവരും ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ഫണ്ട് റേസ് ചെയ്തു, അതാണ് വൈൻ്റെ ആൻസർ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബാഡ് തിങ്. അല്ലെങ്കിൽ എനിക്ക് PR കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഫണ്ട് റേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബാഡ് തിങ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ക്യാപിറ്റൽ ആവശ്യമില്ല, സ്റ്റിൽ എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് വന്നു അതുകൊണ്ട് ഞാൻ ഫണ്ട് റേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ്സ് എ ബാഡ് തിങ്. പക്ഷേ
ഞാൻ എൻ്റെ MVP ഓൾറെഡി എനിക്ക് MVP ഉണ്ട്, എനിക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് പ്രൂവ് ചെയ്തു, ഐ വാണ്ട് ടു സ്കെയിൽ ദിസ് തിങ്, എനിക്ക് ഇത്ര ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ MRR ഇത്രയിൽ നിന്ന് ഇത്രയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്, അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എപ്പോഴും ആ വൈ ആണ് അതിനെ ഗുഡ് ഓർ ബാഡ് ആക്കുന്നത്, അല്ലാതെ ഫണ്ട് റേസ് ചെയ്തു എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ് അല്ല ഒരിക്കലും അതിലെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇപ്പോൾ ഈ PR വരുമ്പോൾ, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്ത സ്റ്റാർട്ടപ്പ് നല്ലതാണോ അല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈ മാത്രമാണ് അതിലൊരു റീസൺ, അല്ലാതെ അതിൻ്റെ PR എനിക്ക് തോന്നുന്നില്ല ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണോ എന്നുള്ളത്. എഗെയിൻ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമ്മളൊരു PR ബൂസ്റ്റ് കൊടുക്കുന്നത്, അവിടെയും ആ വൈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് നമ്മൾ ആ PR ബൂസ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഫണ്ട് റേസ് ചെയ്ത സ്റ്റാർട്ടപ്പ് ആണ് എന്നുള്ളത് നമ്മൾ PR ചെയ്ത് അത് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കുകയും ആ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ സ്റ്റാർട്ടപ്പിനെ വാച്ച് ഔട്ട് ചെയ്യുകയും അടുത്ത റൗണ്ടിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ വൈ മേക്ക് സെൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PR ചെയ്യുന്നതിലോ അതിൽ സ്പെൻഡ് ചെയ്യുന്നതിലോ ഒരു കുഴപ്പമില്ല. ഇറ്റ് ഹാസ് സം ലോജിക്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ചുമ്മാ ഒരു 30 lakhs 40 lakhs ഒരു സീഡ് റൗണ്ട് റേസ് ചെയ്തു, അത് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് റേസ് ചെയ്തതാണ്. അതിനെ നമ്മളൊരു ബിഗ് തിങ് ആയിട്ട് കാണിച്ചിട്ട് പിന്നീട് നമ്മളൊരു 10 സ്റ്റേജിൽ കയറി ഇറങ്ങുക, കുറേ പോഡ്കാസ്റ്റ് ചെയ്യുക, പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത് ഫോക്കസ് ആണോ അല്ലെങ്കിൽ അത് മോറിലേക്ക് ഡിസ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത് ഡിസ്ട്രാക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ ഇറ്റ്സ് എ ബാഡ് തിങ് ആ PR ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും PR ചെയ്യുമ്പോഴും, അതിനി ഫൗണ്ടേഴ്സിൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിലും ഇനി നമ്മൾ ഫണ്ട് റേസ് ചെയ്തതിൻ്റെ PR ആണെങ്കിലും, അത് PR ഷുഡ് ബി വിത്ത് എ പേർപ്പസ്. നമുക്കൊരു ഗോൾ വേണം, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം PR ചെയ്യേണ്ടത്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ PR ചെയ്യുന്നത് നിർത്തുകയും വേണം, അല്ലെങ്കിൽ അത് ഡിസ്ട്രാക്ഷനായി മാറി. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്തൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, venturenavigator.vc എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. അത് ഏർലി സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോപ്പർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് പിച്ചുകൾ വായിച്ചു നോക്കുമ്പോൾ ചിലതിൽ ഫോൺ നമ്പർ ഇല്ല. ചില പിച്ചുകളിൽ ChatGPT സെയിം താഴെ ഇങ്ങനൊരു സംഭവം ഉണ്ടോ, എന്ത് കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന പ്രോംപ്റ്റ് തരൂ എന്നുള്ള സംഭവം. ചില പിച്ചുകൾ ലോജിക്കോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് അവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലത്തെ ഒരു പിച്ച്. ഇങ്ങനെ ഒരുപാട് ഐഡിയേഷനുകൾ പിച്ച് ചെയ്യാനായിട്ട് വരാറുണ്ട്. ഒരു എക്സിറ്റിന് ശേഷം ഇപ്പോൾ ഈ ഹഡിലിന് വന്നിരുന്നു, അതുപോലെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇതിൽ എത്ര ലോജിക്കില്ലാത്ത സ്റ്റാർട്ടപ്സ് പിച്ച് ചെയ്തിട്ടുണ്ടാവും? എഗെയിൻ ഒരുപാട് പേര്, ഇപ്പം എനിക്ക് ലോജിക്കില്ലാത്ത ഒരുപാട് സ്റ്റാർട്ടപ്സ് എൻ്റെ അടുത്ത് വരാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലോജിക്ക് ആവണമെന്നില്ല അവരുടെ ലോജിക്ക്. ഇപ്പം ഞാൻ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വളരെ ലോജിക്കോട് കൂടി ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഞാൻ ഒരു ഇൻവെസ്റ്റർ അടുത്ത് പിച്ച് ചെയ്തപ്പോൾ അയാൾക്കത് ലോജിക്കലല്ലായിരുന്നു. അപ്പം അങ്ങേര് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇത് സെൻസിബിൾ അല്ല, ഇറ്റ് ഡസൻ മേക്ക് സെൻസ്, ഇറ്റ് കനോട്ട് ബി എ ബിസിനസ്, ഇറ്റ് കനോട്ട് ബി സ്കെയിലബിൾ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ലോജിക്കല്ല മറ്റൊരാളുടെ ലോജിക്ക്. അതുപോലെ എൻ്റെ അടുത്ത് വരുന്ന ഫൗണ്ടേഴ്സും മേ ബി അവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ലോജിക്ക് ആയിരിക്കില്ല എൻ്റെ ലോജിക്ക്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ലോജിക്കിൻ്റെ, ഇപ്പോൾ ഒരു ഫൗണ്ടർ എന്നുള്ള രീതിക്ക് എൻ്റെ ലോജിക്കിൻ്റെ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആണ് എൻ്റെ റവന്യൂ. അപ്പം എനിക്കൊരിക്കലും മേ ബി ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് ഓൾറെഡി ചെയ്തു, സക്സസ് ആയി, രണ്ടാമതൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എൻ്റെ ഐഡിയയുടെ ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ എക്സിക്യൂഷൻ സ്കില്ലിൻ്റെ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് കാണിക്കാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എ ഫസ്റ്റ് ടൈം ഫൗണ്ടർ അങ്ങനെ ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ റവന്യൂ ആണ് നമ്മുടെ ഐഡിയയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ. അപ്പോൾ ആ റവന്യൂ ക്രിയേറ്റ് ചെയ്ത് വരാനാണ് എനിക്ക് സെൻസിബിൾ അല്ലെങ്കിൽ പറയാം. അപ്പം എനിക്ക് സെൻസിബിൾ അല്ലാത്തൊരു ഫൗണ്ടർ വരുന്നു, അദ്ദേഹം സെൻസിബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു, സെൻസിബിൾ അല്ലാത്ത ഐഡിയ സംസാരിക്കുന്നു, സെൻസിബിൾ അല്ലാത്ത GTM സ്ട്രാറ്റജി സംസാരിക്കുന്നു. എനിക്ക് സെൻസിബിൾ അല്ല എന്നുള്ളത് ഞാൻ പറയും. ബട്ട് സ്റ്റിൽ ഇഫ് യു സ്റ്റിൽ ബിലീവ് ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദി നെക്സ്റ്റ് ബിഗ് തിങ്, ഗോ പ്രൂവ് ഇറ്റ്. അങ്ങനെയാണ് ഞാൻ പറയാറുള്ളത്. ഒരു ഏർലി ട്രാക്ഷൻ കാണിക്കും, അല്ലെങ്കിൽ ഒരു ഏർലി റവന്യൂ കാണിക്കും. കാരണം ഓൾമോസ്റ്റ് 95% സ്റ്റാർട്ടപ്സിനും ഫണ്ട് റേസ് ചെയ്യാതെ ഏർലി റവന്യൂ കാണിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഈസി, അത് ചെയ്യാൻ പറ്റും. അൺലെസ് അതൊരു ഭയങ്കര ക്യാപിറ്റൽ ഇൻഡെക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂജ് ക്യാപെക്സ് വേണ്ട ഒരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇനീഷ്യലി ഫണ്ട് റേസ് ചെയ്യേണ്ടി വരിക. പക്ഷെ അതിനും നമുക്ക് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ഐഡിയ ഒക്കെ കാണിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ആ റവന്യൂ നമ്മുടെ കേരളത്തിൽ വരുന്ന സ്റ്റാർട്ടപ്സിൽ 95% ആളുകൾക്കും റവന്യൂ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്, ഫണ്ട് റേസ് ചെയ്യാതെ ഇനീഷ്യൽ റവന്യൂ. അപ്പോൾ ആ റവന്യൂ കാണിച്ചിട്ട് വരാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുക. ആ റവന്യൂ കാണിച്ചു കഴിഞ്ഞാൽ അഗൈൻ ഇറ്റ് മേക്സ് ലോജിക്, റൈറ്റ്? ഓക്കെ. ഒരു 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം എഡ്ടെക് ഇൻഡസ്ട്രിയിൽ വരാൻ സാധ്യതയുള്ള പുതിയ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുതിയ സർവീസുകൾ എന്തൊക്കെയാണ്? ഒരു ഗസ് എന്തായിരിക്കും ആ സമയത്ത്? ഹോണസ്റ്റ് റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ നമുക്ക് ഓരോ 2 years അല്ലെങ്കിൽ 3 yearsലും വരുന്ന മാറ്റങ്ങൾ ഭയങ്കര ഹൈ പേസ്ഡാണ്. അപ്പം ഈവൻ ചാറ്റ് ജി പി ടി എടുക്കാം, ചാറ്റ് ജി പി ടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ജെമിനി കൊണ്ടുവരുന്ന പല അപ്ഡേറ്റ്സും നമ്മളൊരു 3 yearൽ എക്സ്പെക്ട് ചെയ്തതാണ് ചിലപ്പോൾ ഒരു 2 yearലോ 1 yearലോ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രിസൈസ് ആയിട്ട് 5 yearൽ സംഭവിക്കുന്നത് ഇതായിരിക്കുമെന്ന് പറയാൻ ഞാനും ഭയങ്കര സ്കാറ്റേർഡ് എൻ്റെ തോട്ട്സും. ഇത് എനിക്കും കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഹോണസ്റ്റ് റിപ്ലൈ. പക്ഷെ ഞാൻ കാണുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് ഏർലി ചൈൽഡ്ഹുഡ് സ്പേസ് ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സ്പേസാണ് ഏർലി ചൈൽഡ്ഹുഡ് സ്പേസ്. അവിടെ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ടോയ്സ്, എഡ്യൂക്കേഷണൽ ടോയ്സ്, അങ്ങനെ കുറേ ഏരിയാസ് എട്ടെക്കിൽ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഏരിയയാണ് അത്. പിന്നെ വരുന്നത് അസസ്മെൻറ്റ്സ് ആണ്. അസസ്മെൻറ്റ്സ് ഒരുപാട് കാലങ്ങളായിട്ട് മാറാത്തൊരു സെഗ്മെൻറ്റ് അസസ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്ന രീതികൾ, അതിപ്പോൾ പെൻ ആൻഡ് പേപ്പർ മാറിയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി എന്നുണ്ടെങ്കിൽ പോലും അസസ്മെൻറ്റിൻ്റെ ഒരു ഫിലോസഫി തീസിസ് ഒക്കെ സ്റ്റിൽ സെയിം ആണ്. ബട്ട് AI വരുന്നതോടുകൂടി തന്നെ ഒരു കണ്ടിന്യൂസ് അസസ്മെൻറ്റ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ പല സെഗ്മെൻറ്റ്സിലും പറ്റും. അപ്പോൾ അതൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്, അസസ്മെൻറ്റിൻ്റെ ഏരിയ. പിന്നെ അഗൈൻ ഹൈപ്പർ പേഴ്സണലൈസേഷൻ എല്ലാ ഇൻഡസ്ട്രിയിലും, ഇപ്പോൾ അപ്സ്കില്ലിംഗ് ഇൻഡസ്ട്രി ആവട്ടെ, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ ട്യൂഷൻ ലേണിംഗ് ആപ്സ് ആവട്ടെ, അവിടെയൊക്കെ ഹൈപ്പർ പേഴ്സണലൈസേഷൻസ് ഒരു പ്രൊഡക്റ്റിനെ ഒരുപാട് സ്കെയിലബിൾ ആക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആക്കാനും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് AI വെച്ചുകൊണ്ട്. അപ്പോൾ ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് എഡ്യൂക്കേഷനിൽ ഞാൻ ഈ അടുത്ത് സംഭവിക്കുമെന്ന് കാണുന്ന ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഷിഫ്റ്റ്സ്. ഒരു കറക്റ്റ് 5 year എന്തായിരിക്കും എന്നുള്ളത് എവ്രി വൺ എനിക്കും പ്രിഡിക്റ്റബിൾ അല്ല എന്നുള്ളതാണ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആപ്ലിക്കേഷൻ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ചെറുപ്പം പിള്ളേരുടെ ആഗ്രഹങ്ങളുള്ള എട്ടെക്കിൽ ആശയങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അഗ്രികൾച്ചർ പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരു എട്ടെക് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ അയാൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട്സ് ദ ഫസ്റ്റ് അഡ്വൈസ് വി ക്യാൻ ഗിവ്? ഫസ്റ്റ് അഡ്വൈസ് ഞാൻ പറയാം, ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നാളെ സർക്കുലേറ്റ് ചെയ്യും വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ. ബേസിക്കലി ഒരു മാർക്കറ്റ് പഠിക്കുക എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഞങ്ങൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഫൗണ്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മതി, അത്ര എൻട്രി ബാരിയറേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ നമുക്ക് ക്ലാസ്സുകൾ എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. ദർ ആർ ലോട്ട് ഓഫ് പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണെങ്കിൽ കൊടുക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ലൈവ് ആണെങ്കിൽ കൊടുക്കാൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫ്രീ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു കോണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഏരിയ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് റെലവൻ്റ് ആണോ അല്ലേ എന്ന് അറിയാൻ ഇന്നൊരു ഫൗണ്ടർ വന്നിട്ട് ഇങ്ങനെ ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, നാളെ നീ ഒരു 100 ആളടുത്ത് റീച്ച് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ 1000 ആൾക്കാരുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യും, എന്നിട്ട് ഒരു 10 കസ്റ്റമേഴ്സിന് ഓൺ ബോർഡ് ചെയ്യുക, അവർക്ക് അത് കൊടുക്കുക, എന്നിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക, വാട്ട് ആർ ദേ സേയിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു വാലിഡേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. സോ എഡ്യൂക്കേഷനിൽ എപ്പോഴും നമുക്ക് ആ PMF ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു MVP ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ PMF ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ആക്ച്വലി അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് എന്തും കൊണ്ടുപോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു മാർക്കറ്റും അങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഉള്ളതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാനായിരിക്കും എൻ്റെ ഫസ്റ്റ് അഡ്വൈസ്. മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് എഡ്ടെക്കിൻ്റെ ഡിക്ലൈൻ സമയമാണ് ബൈജൂസിൻ്റെ ന്യൂസൊക്കെ കത്തിന്നതിന് സമയം. ആ സമയത്ത് ഫണ്ട് റേസിങ്ങിന് വേണ്ടി അടുത്തൊരു എഡ്ടെക് കേരളത്തിൽ നിന്ന് ഇൻ്റർവെല്ല് ശ്രമിക്കുന്നുമുണ്ട്. അതേസമയം നിർമ്മല സീതാരാമൻ നമ്മുടെ കേരളത്തിലെ ഒരു അഭിമാന സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായിട്ട് പറയുന്നുണ്ട്. സോ എഡ്ടെക്കിൻ്റെ ഡിക്ലൈൻ എന്ന് ഇൻവെസ്റ്റേഴ്സ് വിലയിരുത്തുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഫണ്ട് റേസിങ്ങിൻ്റെ സമയത്ത് അപ്രോച്ച് ചെയ്തിരുന്ന സമയത്ത് എന്തായിരുന്നു ഡിഫിക്കൽട്ടീസ്? ഇത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഇത് എല്ലാവരും മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ്. ബൈജൂസിൽ നടന്നിട്ടുള്ള എല്ലാ ഇൻസിഡൻസും എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും പാനിക് ആക്കിയിട്ടുണ്ട്. പക്ഷേ എഡ്ടെക്കിലെ ഡിക്ലൈൻ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഇൻവെസ്റ്റേഴ്സ് കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. എഡ്ടെക്കിലെ ഡിക്ലൈൻ എന്നുള്ളത് അല്ലെങ്കിൽ ഫണ്ടിങ് വിൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് ഒക്കെ ഇതൊക്കെ കോയിൻ ചെയ്തത് ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഡ്ടെക്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്, അതിൽ ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ ആസ് എൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എഡ്ടെക് ആസ് എൻ ഇൻഡസ്ട്രി അവിടെ ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടില്ല. അവിടെ കളക്റ്റീവ് റവന്യൂ അല്ലെങ്കിൽ എല്ലാവരുടെയും റവന്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇൻക്രീസിങ് തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏത് എഡ്ടെക് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഇവർക്ക് ആർക്കും ഇയർ ഓൺ ഇയർ ഡിക്ലൈൻ ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും ഇയർ ഓൺ ഇയർ ഗ്രോത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മൾ കുറച്ച് സസ്റ്റൈനബിൾ ആയിട്ട് പോയിട്ടുള്ള എല്ലാ എഡ്ടെക്സ് പാൻ ഇന്ത്യൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എഡ്ടെക്സിനും ഗ്രോത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ, ആർക്കും ഡിക്ലൈൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ റവന്യൂ ഇൻക്രീസ് ആവുന്നു.
ഇനി നമ്മൾ ചില മാർക്കറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ മാർക്കറ്റ് ഇൻ കേരള എടുത്തു കഴിഞ്ഞാൽ ഒരു 500 crore മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഇയർലി. ഇത് ഒരു 10 years മുന്നേ അല്ലെങ്കിൽ ഒരു പ്രീ കോവിഡ്, ആ കോവിഡ് തുടങ്ങുന്നതിൻ്റെ ഒരു 6-7 years മുന്നേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അന്നും ഈ 500 crore കുറച്ച് പേര് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇന്നും ആ 500 crore അവിടെ തന്നെയുണ്ട്. അതിൽ ഒരു X% ഇൻക്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഡിക്ലൈൻ ആയിട്ടില്ല. അത് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിലെ മാർക്കറ്റ് ലീഡേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. പുതിയ പ്ലേയേഴ്സ് വന്നിട്ടുണ്ടാവും, അവർ വിൻ ചെയ്തിട്ടുണ്ടാവും. അത് അവർ കാലത്തിനനുസൃതമായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനനുസൃതമായിട്ടുള്ള പിവോട്ടുകൾ നടത്തുകയും മാർക്കറ്റിലെ ചേഞ്ചസ് മനസ്സിലാക്കിയിട്ട് പ്രൊഡക്റ്റിൽ ആ ചേഞ്ചസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് മാർക്കറ്റ് ലീഡേഴ്സ് മാറുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിലെ ടോപ്പ് പ്ലേയേഴ്സൊക്കെ മാറുന്നത്. പക്ഷെ ആ മാർക്കറ്റ് ക്യാപ്പ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തും ഡിക്ലൈൻ സംഭവിക്കാത്തൊരു ഇൻഡസ്ട്രിയാണ് ശരിക്കും എഡ്യൂക്കേഷൻ. ഇനി പോസ്റ്റ് കോവിഡിൽ അല്ലെങ്കിൽ പോസ്റ്റ് പാൻഡമിക്കിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡിവൈഡ് കുറഞ്ഞതുകൊണ്ടും ഇൻ്റർനെറ്റ് പെനിട്രേഷനൊക്കെ ഇൻക്രീസ് ആയതുകൊണ്ടും വീണ്ടും മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളതാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ ലെറ്റ്സ് 40% കുട്ടികളും ഡിവൈസസ് യൂസ് ചെയ്ത് ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോസ്റ്റ് കോവിഡ് അത് 90-95 ആയി. അത്രയും വലിയൊരു ലൈക്ക് ഇൻ്റർനെറ്റ് പെനിട്രേഷനും ഡിജിറ്റൽ പെനിട്രേഷനൊക്കെ സംഭവിച്ചത് കൊണ്ട് മാർക്കറ്റ് ശരിക്കും 2x ഗ്രോ ചെയ്തൊക്കെ. അപ്പോൾ എപ്പോഴും എഡ്യൂക്കേഷൻ അപ്വേർഡ്സ് തന്നെയായിരുന്നു. അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മേ ബി ഡിക്ലൈനിങ് ആയിട്ടുണ്ടാവാം ഒരു സമയം വരെ. പിന്നെ അഗെയിൻ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റി ഒക്കെ 8x കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ടിങ് വിൻഡർ അവസാനിക്കും എന്നുള്ളത് അന്ന് ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഈ സൈലം ഒരു ഡോക്ടർ തുടങ്ങിയതാണ്, ഇൻ്റർവെല് ഒരു വക്കീൽ തുടങ്ങിയതാണ്, എൻട്രി ഒരു എഡ്യൂക്കേഷൻ പഠിപ്പിച്ച് പരിചയമില്ലാത്ത ഒരാൾ തുടങ്ങിയിട്ടുള്ളത്, ബിടെക്കാരൻ ഒരു എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ളതാണ്, ഒരു യൂട്യൂബർ തുടങ്ങിയതാണ് നമ്മുടെ ഫിസിക്സ് വാല. അതുപോലെ അൺഅക്കാദമി സിവിൽ സർവീസ് പഠിച്ചുകൊണ്ടിരുന്ന പൈമാർ തുടങ്ങിയതാണ്. ഇവിടെ ഒരു മാഷ് തുടങ്ങിയിട്ടുള്ളത് ബൈജൂസ്, പുള്ളി എൻട്രൻസ് കോച്ചിങ്ങും അതൊക്കെ ആയിട്ട് യാത്ര ചെയ്തിരുന്നൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിച്ച മാഷുമാർ അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങുന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, ഈ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ പോലെ. അതൊന്നൊരു യൂണിക്കോൺ ലെവലിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വന്ന് ഫണ്ട് റേസ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് സെക്ടറിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത് തമ്മിൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റും സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസമാണോ? അതല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല? അതായത് ബേസിക്കലി എല്ലാവരുടെയും ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 8x റൺ ചെയ്യുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഒരു ടീച്ചർ സ്കിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ പോലെ ചിന്തിക്കാൻ പറ്റുന്നവരാണ് എല്ലാവരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അനന്തു ഡോക്ടറാണ് എന്ന് പറഞ്ഞാൽ പോലും അനന്തു ഒരു ടീച്ചറാണ്. അല്ലെങ്കിൽ അലക് ഒരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനെ ടീച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ബൈജു ലൈക്ക് ഏത് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം ടീച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ലോയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഡിഗ്രി മാത്രമാണ്. പക്ഷെ ഞാൻ ഇൻ്റർവെല്ലിലേക്ക് എത്തുന്നത് ടീച്ചിങ്ങിലൂടെ തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ കോഫൗണ്ടേഴ്സ് ഉണ്ട്, അവർ സൈക്കോളജിസ്റ്റുമാരാണ്. പക്ഷെ അവർ സൈക്കോളജിയിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് കുട്ടികളെ കൗൺസിൽ ചെയ്യുന്നു, കുട്ടികളെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് അവരും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവർ ഫസ്റ്റ് ഇൻ്റർവെല്ലിന് തുടക്കം കുറിക്കുന്നത്. ലൈക്ക് ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ കുട്ടികളെ എഴുത്തും വായനയും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കുട്ടികൾക്ക് ലൈക്ക് അവരെ കാറ്റർ ചെയ്ത് കൊണ്ട് തുടങ്ങുന്ന ഒരു ഫിസിക്കൽ സെൻ്റർ ആയിരുന്നു അത്. അപ്പം നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നാട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം അനന്തു യൂട്യൂബിൽ പഠിപ്പിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ അനന്തു MBBS പഠിക്കുമ്പോൾ തന്നെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന പോലെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ബൈജു ബിടെക് കഴിഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ കാറ്റ് പഠിപ്പിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ടെക്നോളജിയുടെ സാധ്യതകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്തവർ ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ടീച്ചർ വിത്ത് an understanding of technology or a teacher who utilizes technology to scale his or her product, അവരാണ് ഇന്ന് നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ഫൗണ്ടേഴ്സൊക്കെ അല്ലെങ്കിൽ സ്കെയിൽഡ് പ്രൊഡക്ട്സ് ഒക്കെ. അപ്പോൾ ഒരു യൂണിക്കോൺ ലെവലിലേക്കൊക്കെ എത്തിക്കുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ടെക്നോളജി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇവരാരും ബിസിനസ്സിൽ ഭയങ്കര അടിപൊളിയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അനന്തൊക്കെ ഫസ്റ്റ് ടൈം ഫൗണ്ടറാണ്, ഞാൻ ഫസ്റ്റ് ടൈം സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്, ഒരുവിധം എല്ലാവരും ഫസ്റ്റ് ടൈം സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സാണ്. പക്ഷേ ഈ ജേണിയിൽ എവിടെയോ ബിസിനസ്സിനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ യൂണിറ്റ് എക്കണോമിക്സിനൊക്കെ ഒരുപാട് റോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് പഠിച്ചെടുത്ത് ആ ഒരു പിവോട്ട് ഇൻ മെൻറ്റാലിറ്റി ചെയ്തിട്ടുള്ളവരാണ് എല്ലാവരും. അപ്പോൾ ഈ കോമ്പിനേഷൻസ് എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ശരിക്കും ഒരു സ്കെയിലബിൾ അല്ലെങ്കിൽ ഒരു സ്കെയിൽഡ് എഡ്ടെക് അല്ലെങ്കിൽ ഒരു ഗ്രോൺ എഡ്ടെക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോമ്പിനേഷൻസ് ഒരുമിച്ച് വരണം. അപ്പോൾ എപ്പോഴും ആ ടീച്ചർ
സ്കിൽസിന് അല്ലെങ്കിൽ ഒരു ടീച്ചർ മെൻറ്റാലിറ്റിക്ക് അവിടെ റോളുണ്ട്, ആ ബിസിനസ് മെൻറ്റാലിറ്റിക്ക് അവിടെ റോളുണ്ട്, ടെക്നോളജിയോടുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചിനൊരു റോളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് കോമ്പിനേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. ഞാൻ സംസാരിച്ച 90% സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും പറയുന്നൊരു കാര്യമാണ്, സമയമില്ല, പേഴ്സണൽ സമയം ഉണ്ടാവില്ല. ചില സമയത്ത് മൈൻഡ് ബ്രോക്കൺ ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, സ്ട്രഗിളിൻ്റെ ഒരു സമയം. ചിലർക്ക് സാലറി കൊടുക്കാനായിട്ട് ചിലപ്പോൾ ആ സമയത്ത് മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നുണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ടു ബി ഹോണസ്റ്റ് കുറവാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോ ഫൗണ്ടേഴ്സ് ആയിരുന്നു. കാരണം ഞങ്ങൾ 5 കോ ഫൗണ്ടേഴ്സാണ്. പക്ഷേ എപ്പോഴും ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഞാൻ പിച്ച് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ബാക്കി ഫൗണ്ടേഴ്സൊക്കെ പറയും 5 ഈസ് എ വെരി ഡിസപ്പോയിൻറ്റിങ് നമ്പർ എന്നുള്ളത്. ആ ടേം ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, ഡിസപ്പോയിൻറ്റിങ് നമ്പർ ആണെന്നുള്ളത്. പക്ഷേ എനിക്കെപ്പോഴും അതൊരു വീക്ക്നെസ് ആയിട്ട് ആളുകൾ പറയുമ്പോൾ എനിക്കൊരു സ്ട്രെങ്ത് ആയിട്ട് തോന്നി. കാരണം എൻ്റെ ഒരു കോ ഫൗണ്ടർ നാജിമാണ്. നാജിം ഈസ് ഫ്രം ദി ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട്, ആൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ എപ്പോഴും ഫണ്ടിൽ എന്ത് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാലും ഫണ്ടിൽ ലൈക്ക് ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോയിൽ വരുന്ന എല്ലാ റിലേറ്റഡ് പ്രഷറും അവൻ ഒറ്റയ്ക്ക് എടുക്കും. അവൻ ഞങ്ങളാരും അറിയിക്കില്ല, ലൈക്ക് ഇൻ ദ സെൻസ് അറിയിക്കും, പക്ഷെ അതിൻ്റെ സൊല്യൂഷനും അവൻ തന്നെ അറിയിക്കും. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ട് എപ്പോഴും അത് ഇറ്റ് ഈസ് ടേക്കൺ കെയർ ഓഫ്. അതുപോലെ മേ ബി നമ്മുടെ UAE റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ GCC റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻസും അവിടെ കുറേ ലീഗൽ ഇഷ്യൂസ് വരും. പക്ഷെ ഇതാരും ഇതിലധികവും ഞങ്ങളാരും അറിയാറില്ല. ഇത് എൻ്റെ വേറെ കോ ഫൗണ്ടർ ഉണ്ട്, സനാഫർ. അവൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവന് കുറേ GCC ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവൻ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ GCCയിലായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ഫ്രണ്ട്സും കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവൻ തന്നെയായിരുന്നു നോക്കുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ടീച്ചേഴ്സ്. നമുക്കൊരു ഹ്യൂജ് റൗണ്ട് ഓഫ് ടീച്ചേഴ്സ് വേണം. ഇതിനെ സിൻസ് ഡേ 1 മുതൽ തന്നെ ഹാൻഡിൽ ചെയ്തിരുന്നത് ഷിബിലി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വർക്ക് ഓഫ് ഫൗണ്ടറാണ്. പിന്നെ എപ്പോഴും ഗ്രോത്ത് ആൻഡ് മാർക്കറ്റിംഗ് ആണ് എട്ടെക്സിലെ ഏറ്റവും വലിയ തലവേദന. സെയിൽസ് ഗ്രോത്ത് മാർക്കറ്റിംഗ് ഇതെൻ്റെ വർക്ക് ഓഫ് ഫൗണ്ടർ ആയിട്ടുള്ള അസ്ലം തന്നെയാണ് ഡേ 1 മുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ പാർട്ടിലുള്ള എല്ലാ തലവേദനകളും അവൻ തന്നെ എടുക്കും. പിന്നെ ഞാനൊരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരെയും ഈക്വലി സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഫണ്ട് റേസ് ചെയ്യുന്നു. പിന്നെ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിൽ ഇടപെടുന്നു. അപ്പോൾ എല്ലാത്തിലും ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു X% ഇൻവോൾവ്മെൻറ്റ് മാത്രമേ എനിക്ക് വരാറുള്ളൂ. അപ്പം അസ്ല എപ്പോഴെങ്കിലും ജസ്റ്റ് സ്റ്റക്ക് ആകുമ്പോൾ ഞങ്ങളിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ നാജിം എപ്പോഴെങ്കിലും സ്റ്റക്ക് ആകുമ്പോൾ ഞങ്ങളിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ സനാഫർ എപ്പോഴെങ്കിലും സ്റ്റക്ക് ആകുമ്പോൾ ഞങ്ങളിരുന്ന് സംസാരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാനൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച് തലവേദന അടിച്ച് ഡിപ്രഷനിലേക്ക് പോകുന്നൊരു സ്റ്റേജൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇപ്പം എനിക്ക് കൂടുതലും വരല് പീപ്പിൾ പ്രോബ്ലംസാണ്. ഞാനൊരു പീപ്പിൾ ഗൈയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിൽ വരുന്ന ഇപ്പം ഞങ്ങളുടെ സീനിയർ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അവർക്ക് വിഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ അപ്സ്കിൽ ചെയ്യുന്നത്, അവിടുത്തെ എല്ലാ പീപ്പിൾ പ്രോബ്ലംസും പൊളിറ്റിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് ഞാനും പിന്നെ എൻ്റെ CCU2 ആണ്, CEO ഉൾപ്പെടെയുള്ള CCU2. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പം അഗെയിൻ ഐ ഹാവ് എ CCU2 വിത്ത് മീ. ഈ കോ ഫൗണ്ടേഴ്സ് അല്ലാതെ എനിക്കൊരു അടിപൊളി CCU2 എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം CPO എന്ന് പറഞ്ഞിട്ട് ഷമ്മാസ്, CEO രാഹുൽ, CCO റസൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു അടിപൊളി ടീമുണ്ട്. അപ്പം അവിടെ എനിക്ക് എന്ത് പ്രോബ്ലം വരുമ്പോഴും ഡിസ്കസ് ചെയ്യാനോ അത് സോൾവ് ചെയ്യാനോ ഒരു ടീമുണ്ട്. പിന്നെ ബോർഡ് ലെവലിൽ എനിക്ക് എല്ലാ സെഗ്മെൻറ്റിലും എക്സ്പേർട്സ് ആയിട്ടുള്ള കോ ഫൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഐ വാസ് സറൗണ്ടഡ് വിത്ത് എക്സ്പേർട്സ് എന്നുള്ളതാണ് സത്യം, ടു ബി ഹോണസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് എനിക്ക് ഒരു പോയിന്റിലും ഡിപ്രസ്ഡ് ആവേണ്ടി വന്നിട്ടില്ല. വി ഹാവ് അവർ ഓൺ വേ ടു ക്രാക്ക് ഇറ്റ്, വി ഹാവ് അവർ ഓൺ വേ ടു ഡിസ്കസ് ആൻഡ് സോർട്ട് ഇറ്റ് ഔട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലോൺലിനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ടു ബി ഹോണസ്റ്റ്. പിന്നെ അഗെയിൻ ഉണ്ടാവും, ലൈക്ക് 1-2 ഇൻസ്റ്റൻസസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് കമ്പയറിംഗ് ടു അതർ കോ ഫൗണ്ടേഴ്സ് ഐ ഹാവ് experience such kind of loneliness. No, never. ബാംഗ്ലൂർ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കുറച്ചുകൂടെ അടിപൊളിയാണ്. കേട്ടിട്ടുണ്ട്, അടിപൊളിയാണ്. കേരള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യത്തിലായിരിക്കും? അപ്പം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആരെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്? എല്ലാവരും, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, എനേബിളേഴ്സ്, എല്ലാവരും കൂടെ ഉള്ള ഒരു എക്കോസിസ്റ്റമാണ്. അതിൽ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് അതിലൊരു വീക്ക്നെസ് ആയിട്ട് പറയല്ല. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് കേരള ആസ് എ ഹോൾ ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റാണ്. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള എക്കോസിസ്റ്റംസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് അല്ല ശരിക്കും കേരളം എന്ന് പറയുന്നത്. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ കർണാടകയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ നെവർ ബിക്കം ബാംഗ്ലൂർ. നമുക്കൊരിക്കലും ബാംഗ്ലൂർ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരിക്കലും സിലിക്കൺ വാലി ആവാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് സേ സിലിക്കൺ വാലി ഓർ ബാംഗ്ലൂർ were actually built for this. അത് ഇതിനും വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ജില്ലകൾ എടുത്തു കഴിഞ്ഞാലും
ഇറ്റ് വാസ് നെവർ മെൻറ്റ് ഫോർ ഒരു എക്കണോമി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മളെപ്പോഴും കൾച്ചറിൽ ബിൽഡ്. അപ്പം കാസർഗോഡ് നിന്നൊരു കൾച്ചറുണ്ട്, വയനാടിനൊരു കൾച്ചറുണ്ട്, മലപ്പുറത്തിനൊരു കൾച്ചറുണ്ട്, എറണാകുളത്തിനൊന്നുണ്ട്, കൊല്ലത്തിനൊന്നുണ്ട്, തിരുവനന്തപുരത്തിനൊന്നുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. അപ്പോൾ ആ കൾച്ചറിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ഏത് എക്കണോമിയും ഏത് ഇൻഡസ്ട്രിയും ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ ഈ കൾച്ചർ എന്ന് പറയുന്നത് ചില സമയത്ത് കൺസ്ട്രെയിൻസ് ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ അടിപൊളിയാണെന്ന് പറഞ്ഞല്ലോ, ബാംഗ്ലൂരിൽ അടിപൊളിയാണെന്ന് പറയാനുള്ള റീസൺ അവിടെ ആളുകൾ ഇൻബൗണ്ട് ഇങ്ങോട്ട് വരും. ഇപ്പം രാജ്യത്തിൻ്റെ പല ഭാഗത്തിൽ നിന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ബാംഗ്ലൂരുണ്ട്. അതുപോലെ US നിന്നും UK നിന്നുള്ള സീനിയർ ലെവൽ ആളുകളും ജൂനിയർ ലെവൽ ആളുകളും ബാംഗ്ലൂരുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ ഇൻബൗണ്ട് വരുന്നത് അങ്ങനെ ഒരു കൾച്ചറൽ മിക്സ് അവിടെ ഉള്ളത് കൊണ്ടാണ്. ബാംഗ്ലൂരിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചർ ഇല്ല. അവിടെ പല ആളുകളും വന്നിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ കൾച്ചറാണ് അവിടെ ഉള്ളത്. പക്ഷെ കൊച്ചിയിൽ പോലും, കേരളത്തിൽ പിന്നെയെങ്കിലും അങ്ങനെ ഒരു സ്പേസ് ഉള്ളത് കൊച്ചിയാണ്. പക്ഷെ കൊച്ചിയിൽ പോലും അങ്ങനെ ഒരു ഗ്ലോബൽ കൾച്ചറില്ല. നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതിന് കുറേ പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻബൗണ്ട് വരില്ല. അപ്പോൾ നമുക്ക് US നിന്നോ UK നിന്നോ അല്ലെങ്കിൽ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് മുംബൈയിൽ നിന്നൊന്നും എനിക്ക് കൊച്ചിയിൽ പോയി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാൾ വരാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ IT സെക്ടറിൽ ഭയങ്കരമായിട്ടുള്ള ബൂം കൊണ്ടുവരുന്നതിന് കുറേ പരിമിതികളുണ്ട്. ബിക്കോസ് ടാലൻസിൻ്റെ ഈ ഷോർട്ട് ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് ബദലായിട്ട് ഇവിടെ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി വേറെ ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ ഇപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പറയാം. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ലെറ്റ്സ് മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്. നമുക്ക് അതുപോലെ ഒന്ന് കേരളത്തിൽ കൊണ്ടുവന്നുകൂടെ എന്ന് ചിന്തിക്കുന്നതേ മണ്ടത്തര. കാരണം സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൊറിസോണ്ടലി വലിയൊരു ഫാക്ടറി ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് മേ ബി നമുക്ക് ഇനി ടെക്നോളജി യൂസ് ചെയ്തിട്ട് വെർട്ടിക്കൽ ബിൽഡിംഗ് പരിപാടികളൊക്കെ വേണമെങ്കിൽ അതിലെന്തെങ്കിലും R&D ഒക്കെ ചെയ്ത് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാനുഫാക്ചറിങ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ നാടിന് പറ്റുന്ന, നമ്മുടെ കേരളത്തിന് പറ്റുന്ന കൈൻഡ് ഓഫ് എക്കണോമീസ്, കൈൻഡ് ഓഫ് സെക്ടേഴ്സ് ബിൽഡ് ചെയ്യാനാണ് ബുദ്ധി. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റും അത് കുറേ മനസ്സിലാക്കി. ഗവൺമെൻറ് ആരെയും കോപ്പിടിക്കാൻ നിൽക്കുന്നില്ല. നമ്മളുടേതായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ ഓരോ സ്റ്റേറ്റിൻ്റെയും ഇതുപോലെയുള്ള നോഡൽ ഏജൻസീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ റാങ്ക് 1 വരുന്നൊരു ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇനി ഗവൺമെൻറ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന പോളിസീസ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു AVGC XR പോളിസി ഒന്നുണ്ടായിരുന്നു. അതിൽ 100 crore ഫണ്ടൊക്കെ വരുന്നുണ്ട്. അത് ആനിമേഷൻ, VFX, ഗെയിമിംഗ്, കോമിക്സ്, എക്സ്റ്റൻഡഡ് റിയാലിറ്റി പോലെയുള്ള ഇൻഡസ്ട്രീസിലുള്ള സ്റ്റാർട്ടപ്സിനെയും അതുപോലെ അവിടുത്തെ ക്രിയേറ്റേഴ്സിനെ ഫണ്ട് ചെയ്ത് അവരെ നേർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പോളിസിയാണ്. അപ്പം നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ആക്ച്വലി ലോജിക്കുണ്ട്. കാരണം നമ്മുടെ ക്രിയേറ്റേഴ്സ് ഓൾറെഡി ഭയങ്കര അടിപൊളിയാണ്, നമ്മുടെ ടെക്നീഷ്യൻസ് ഓൾറെഡി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഗ്ലോബൽ IPs, ഗ്ലോബൽ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ പൊട്ടൻഷ്യൽ, ഐ തിങ്ക്. കാരണം അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരുപാട് എക്കണോമീസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു എക്കണോമിയാണ് K-ഡ്രാമ, കൊറിയൻ കൾച്ചർ, പോപ്പ് കൾച്ചറൊക്കെ. അവിടുത്തെ BTS ആവട്ടെ, K-ഡ്രാമ ആവട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഫാഷൻ ഇൻഡസ്ട്രി ആവട്ടെ, എല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത് ഓൺ ടോപ്പ് ഓഫ് കോണ്ടന്റ് ആണ്. അപ്പോൾ നമുക്കും അതുപോലെ ഓൺ ടോപ്പ് ഓഫ് കോണ്ടന്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് AVGC XR. അപ്പോൾ അതുപോലെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം ആവണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം എൻവിഷൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ കാര്യത്തിൽ നമ്മളിപ്പോൾ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ആസ് എൻ എക്കോസിസ്റ്റം അവിടെ മാറേണ്ടത് എഗെയിൻ ഇനി ഇൻവെസ്റ്റേഴ്സും അതുപോലെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഓൾറെഡി അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഇൻവെസ്റ്റേഴ്സും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും പിന്നെ നമ്മുടെ നാട്ടുകാരും. അപ്പം ഇത് ആക്ച്വലി ഒരു പുതിയ കാര്യമാണ്. അപ്പോൾ പുതിയ കാര്യം നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പെരിമെൻറ്റേഷൻ. എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അറിയാലോ. അവിടെ നമ്മുടെ പാരൻസും ടീച്ചേഴ്സും വരെ അതിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലെ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അവർ ആ എക്സ്പെരിമെൻറ്റേഷന് കൊടുക്കുന്ന ലിബേർട്ടിയാണ് നമ്മുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ച് അവർ പുതിയ കാര്യം ട്രൈ ഔട്ട് ചെയ്യാൻ അവർ തയ്യാറാവണം. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർ പുതിയ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ് ഇപ്പോൾ ഇവിടുത്തെ ഹെൽത്തും എഡ്യൂക്കേഷനൊക്കെ. അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാത്ത ഇതുപോലത്തെ ബെറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ അതായിരിക്കണം ഇനി എക്കോസിസ്റ്റത്തിൽ വരേണ്ട ഒരു ചേഞ്ച് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ വിചാരിക്കുന്നതും. ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന സമയത്ത് ഫൗണ്ടിങ് ടീം ആയിക്കോട്ടെ, കോൺഫ്ലിക്റ്റുകൾ വരാം. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നതും തന്ത്രപരമായിട്ട് വേണം. അപ്പോൾ ഇൻ്റർവെൽ 5 ഫൗണ്ടേഴ്സ് ഉള്ള ഒരു ടീമുള്ളൊരു സ്റ്റാർട്ടപ്പാണ്. ഇതിൽ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? കോൺഫ്ലിക്ട്സ് എപ്പോഴും വരാറുണ്ട്.
പിന്നെ അഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു. ഇപ്പം ഗ്രോത്ത് ആൻഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിൽ ഫൈനൽ വേർഡ് അസ്ലാണ്, ലൈക്ക് ബോർഡിൽ ഫൈനൽ വേർഡ് അസ്ലാണ്. ഫിനാൻസ് ആണെങ്കിൽ അത് നാജിമാണ്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണെങ്കിൽ അത് സനാഫറാണ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ഏരിയാസ് ഉള്ളത് കൊണ്ട് അവർ തന്നെയായിരുന്നു അതിൻ്റെ ഫൈനൽ വേർഡ് എടുത്തുകൊണ്ടിരുന്നത് ബോർഡിൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർവെൽ ലേണിംഗ് സ്കോർ ടീം, അവിടെ ഒരു CEO എന്നുള്ള നിലക്ക് ഫൈനൽ വേർഡ് എടുത്തിരുന്നത് ഞാനായിരുന്നു. അവിടെ ചീഫ് ഗ്രോത്ത് ഓഫീസർ ആയിരുന്നു അസ്ല, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിരുന്നു നാച്ചിം. അവിടെ ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യും. ഞങ്ങളുടെ CCUട്ടിൽ വേറെയും 3 മെമ്പേഴ്സും കൂടെ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് നമ്മളെ എന്ത് കോൺട്രവേഴ്സി ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഒരു ഫൈനൽ ഔട്ടിലേക്ക് എത്താനും അതിലേക്ക് എല്ലാവരും അലൈൻഡ് ആവാനുള്ള ഒരു മെക്കാനിസം ഞങ്ങൾ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ ഡെവലപ്പ് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈസിലി എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, പക്ഷേ അതിനെപ്പോഴും ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇതുവരെ സംഭവം. അതിലിതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് റൗണ്ട് ഫണ്ട് റേസ് ചെയ്യുമ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ ആളുകളുമായിട്ട് ഫണ്ട് റേസിങ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് കുറേ അക്വിസിഷൻ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചില ഓഫേഴ്സിന് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ നമ്മളൊരു 2 റൗണ്ട് 3 റൗണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചില റൗണ്ട് ഫൈനൽ റൗണ്ട് വരെ എത്തിയിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ചിലത് നമ്മൾ വെരി ഏർലി സ്റ്റേജിലാണ് നമ്മൾ അക്വിസിഷൻ ഓഫേഴ്സ് നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മളൊരു പ്രീ സീരീസ് ബിഗ് റൗണ്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്തു. അപ്പോൾ ഇതിലെല്ലാം മേ ബി 2 പേർക്ക് പോസിറ്റീവ് ആയിരിക്കും, 3 പേര് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 4 പേര് പോസിറ്റീവ് ആയിരിക്കും, ഒരാൾ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ 5 പേരും അവസാനം അലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു അക്വിസിഷൻ ഓഫർ വെരി ലാസ്റ്റ് സ്റ്റേജിൽ ഞങ്ങൾ റിജക്ട് ചെയ്തിട്ടുണ്ട്. അത് 4 vs 1 ആയിട്ട് പോലും ഞങ്ങൾ അവസാനം സംസാരിച്ച് 5-0 ആയതിനു ശേഷം ഞങ്ങൾ അതിൽ നിന്ന് ബാക്ക് ചെയ്യുമായിരുന്നു ആ അക്വിസിഷൻ ഓഫറിൽ നിന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഫണ്ട് റേസ് ചെയ്തതിലും നമ്മളൊരു 3 vs 2 അങ്ങനെ എന്തോ ആയിരുന്നു, 3 vs 2 എന്തോ ആയിരുന്നു. പക്ഷെ അതും 5-0 എത്തി. നമ്മൾ സംസാരിച്ച് 5-0 എത്തിയതിനു ശേഷമാണ് നമ്മൾ ആ ഫണ്ട് എടുത്തിട്ടുള്ളത്. ഈവൻ ഞാൻ എക്സിറ്റ് ആവുന്നത് 1 vs 4 ആയിരുന്നു. ലൈക്ക് സ്വാഭാവികമായിട്ടും എനിക്കിങ്ങനെ ഒരു താല്പര്യമുണ്ട്, മേ ബി അത് ഇൻ്റർവെൽ ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്യും, എന്നെ ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ പോകുന്നതിനെ കുറിച്ച് എൻ്റെ കോ ഫൗണ്ടേഴ്സ് ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആർക്കും അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ സംസാരിച്ചു അതിൻ്റെ പ്രോസസ് സംസാരിച്ചു, അതിൻ്റെ കോൺസ് സംസാരിച്ചു, അതെങ്ങനെ ഇൻ്റർവെലിനെ ഹെൽപ്പ് ചെയ്യും, ഇൻ്റർവെലിനെ നെക്സ്റ്റ് രീതിയിൽ അതെങ്ങനെ സപ്പോർട്ട് ചെയ്യും, അത് എനിക്ക് എങ്ങനെയായിരിക്കും പേഴ്സണലി ബെനിഫിറ്റ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ലാസ്റ്റ് അതിനെ 5-0 എത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ റിട്ടൻഷൻ ക്ലോസ് ക്യാൻസൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഫണ്ട് റേസിങ് നമ്മൾ എടുക്കുന്നതും ആ റൗണ്ടിൽ ഞാൻ സെക്കൻഡറി സെയിൽ ചെയ്യുന്നതൊക്കെ. അപ്പോൾ എപ്പോഴും ആ ഒരു കോൺഫ്ലിക്റ്റിനെ എത്രയായാലും 4 vs 1 ആയാലും 3 vs 2 ആയാലും അതിനെ ലാസ്റ്റ് 5 vs 0 ആക്കുന്ന ഒരു മെക്കാനിസം ഞങ്ങൾക്ക് എല്ലായിടത്തും വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും കീ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇൻവെസ്റ്റർ വേഴ്സസ് ഫൗണ്ടർ എന്നുള്ളതിലേക്ക്. അങ്ങനെ ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് ഞങ്ങൾ ആകെ റൗണ്ട് റേസ് ചെയ്തിട്ടുള്ളത് ഇതിന് മുന്നേ. ഇപ്പം രണ്ടാമതൊരു പ്രീ സീരീസ് ചെയ്യും. അതിൽ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഒന്നുമില്ല. ഫസ്റ്റ് റൗണ്ടിൽ ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു, ഈ റൗണ്ടിൽ ഒരു ഇൻവെസ്റ്ററാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പം നോക്കുമ്പോൾ ആകെ 2 ഇൻവെസ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഞങ്ങളുടെ ഓപ്പറേഷൻസിൽ ഒരു പരിധി വരെ ഇടപെടുന്നവരായിരുന്നില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഇൻവെസ്റ്റർ ഞങ്ങളുടെ ഓപ്പറേഷൻസിൽ ഇടപെടുന്ന ആളെ അല്ലായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് അറിയേണ്ട കീ മെട്രിക്സ് ഉണ്ട്, അത് മാത്രം ചോദിക്കും, ഞങ്ങളത് മാത്രം പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ അത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെ ഞങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന ഇൻവെസ്റ്റേഴ്സും അവർക്ക് കുറച്ചും കൂടെ റോള് കൂടുതലായിരിക്കും ബിഗർ റൗണ്ട് ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ വിഷനിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻ്റർവെലിനെ ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യിപ്പിക്കും. അപ്പോൾ അതിലൊക്കെ അവർക്ക് ഒരു റോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവെൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഹോണസ്റ്റ് ആവാൻ ട്രൈ ചെയ്യുകയും ഫൗണ്ടേഴ്സ് ഹോണസ്റ്റ് ആവാതിരിക്കുകയും ചെയ്യുന്ന സിനാരിയോ ആണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലൊക്കെ. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റർ ഫ്രണ്ട്സും ഉണ്ട്, ഫൗണ്ടർ ഫ്രണ്ട്സും ഉണ്ട്. ഇവരുടെ എല്ലാവരോടും കോമൺലി സംസാരിക്കും ഞാൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇൻവെസ്റ്റർ കൂടുതൽ കാര്യങ്ങളും ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം ഇവരെപ്പോഴും കാശിടുന്നത് എന്തിനാണ്? ഇവർക്കിത് തിരിച്ച് കിട്ടാനാണ്. അപ്പം ഒരു ഇൻവെസ്റ്ററും എന്തെയില്ല, ഈ സ്റ്റാർട്ടപ്പ് വളരരുത് എന്ന് ആഗ്രഹിക്കില്ല, ഇത് വളരാനായിരിക്കും അവർ ആഗ്രഹിക്കുക. അപ്പോൾ അവരെന്ത് പറയുന്നുണ്ടെങ്കിലും അവർ സ്റ്റാർട്ടപ്പിനെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയാം, ഒരു 95% ആളുകളും. അല്ലാതെ ഫൗണ്ടേഴ്സ് എപ്പോഴും ചിന്തിക്കുക ഈ ഇൻവെസ്റ്റേഴ്സ് ആർ ഗോയിങ് ടു ഹേർട്ട് മീ എന്നുള്ളതാണ്. പക്ഷേ ഇത് ഫൗണ്ടേഴ്സ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലാക്ക് ഓഫ് നോളജ് കാരണം കൊണ്ടാണ്. അപ്പം മേ ബി ഒരു ലീഗൽ ഡോക്യുമെൻ്റ് വായിക്കാൻ, അല്ലെങ്കിൽ ഒരു ടേം ഷീറ്റ് വായിക്കാൻ, അല്ലെങ്കിൽ
മേ ബി റിസർവ്ഡ് മാറ്റേഴ്സ് വായിച്ചിട്ട് ഇതിൽ എന്തൊക്കെ നമുക്ക് നല്ലതാണ്, എന്തൊക്കെ നമുക്ക് നല്ലതല്ല എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഫൗണ്ടേഴ്സിന് ഇല്ലെങ്കിൽ ആ പേടിയായിരിക്കും ഇവരെ കൊണ്ട് പല കള്ളങ്ങളും പറയിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പം ആ ഫൗണ്ടേഴ്സിന് വേണ്ട ഒരു സ്കില്ലാണ് ശരിക്കും ബേസിക്കലി ഇത്, ഒരു ഡോക്യുമെന്റ് വായിക്കാനുള്ള സ്കില്ല് എന്ന് പറയുന്നത്. ഇനി ആ സ്കില്ല് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ലോയറെയോ നല്ലൊരു കമ്പനി സെക്രട്ടറിയെയോ എപ്പോഴും കൂടെ കൂട്ടുക. അവരെല്ലാ ഡോക്യുമെന്റും അവരെ കൊണ്ട് വെരിഫൈ ചെയ്യിപ്പിക്കുക. ആ കാശ് ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യില്ല, അവർക്ക് വേസ്റ്റ് അല്ല, അവർക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. അങ്ങനെ ഒരാളെ കൂടെ കൂട്ടുക. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാതെ നമ്മളൊരാളെ വിശ്വസിക്കാതിരിക്കുക, നമ്മളൊരാളോട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് അവർ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കിൽ എപ്പോഴും ഒരു 51% എങ്കിലും ഫൗണ്ടേഴ്സിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉണ്ടാവാറുള്ളത്. ഇൻവെസ്റ്റേഴ്സ് ഇനി അവരുടെ ഉള്ളിൽ അവർ എന്ത് തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെന്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ലീഗൽ ഡോക്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് ഫൗണ്ടർക്ക് വേണ്ട സ്കില്ലാണ്. ആസ് എ പേഴ്സൺ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അതൊരു ഗ്രോത്ത് ഫേസിലേക്ക് എത്തിച്ചതിന് ശേഷം പേഴ്സണലി വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഒരു വക്കീലിൽ നിന്ന് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിലേക്കുള്ള ജേർണിയിലെ പേഴ്സണൽ ഗ്രോത്ത് ഇൻ ദ സെൻസ്, ഞാൻ തുടക്കം മുതലേ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ നല്ലൊരു ലേണറാണ്. എനിക്ക് ഇപ്പോഴും പഠിക്കാൻ ആഗ്രഹമാണ്. ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്ന രീതിയും എന്തിന് പഠിക്കുന്നു എന്നുള്ളതിന് ആൻസേഴ്സ് ഒക്കെ പലതും മാറിയിട്ടുണ്ട്. അതാണ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്നിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ലീഡർഷിപ്പ് സ്കില്ലാണ്. കാരണം ഞാൻ പഠിച്ചത് ലോ കോളേജിലായതുകൊണ്ട് തന്നെ ആ വിദ്യാലയം അല്ലെങ്കിൽ ആ ക്യാമ്പസ് എനിക്ക് തന്നിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ലുണ്ട്. അതിൽ ഞാൻ എപ്പോഴും ആ ക്യാമ്പസിനോട് ഗ്രേറ്റ്ഫുൾ ആണ്. എപ്പോഴും അവിടുത്തെ വ്യക്തികളോട്, എൻ്റെ കൂടെ പഠിച്ചവരോട് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷേ ആ ലീഡർഷിപ്പ് സ്കില്ലിന് ഒരിക്കലും ഒരു യൂണിക്കോൺ ലെവലിലോ അല്ലെങ്കിൽ ഒരു 1000 crore 10,000 crore റവന്യൂ ഉള്ള ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ ഒരിക്കലും അവിടുത്തെ ഒരു സ്കില്ലിന് പറ്റില്ല. ആ ലീഡർഷിപ്പ് സ്കില്ലിന് പറ്റില്ല. ആ ലീഡർഷിപ്പ് സ്കില്ലിന് മേ ബി 0 to 1 ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ 0 to 1 അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളത് ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ കമ്പനി ഗ്രോ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ടീമിനെ ഗ്രോ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ പ്രൊഡക്റ്റിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അതൊക്കെ കൂടുതലും ലീഡർഷിപ്പ് സ്കിൽ റിലേറ്റഡാണ്. ഇപ്പം എൻ്റെ ലീഡർഷിപ്പ് സ്കില്ലിൽ ഐ വാസ് മോർ ലൈക്ക് എൻ അതോറിറ്റേറ്റീവ് ഗൈ. എൻ്റെ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാം. ഒരു ജനാധിപത്യത്തിൽ ഏകാധിപതി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മാറി എന്നുള്ളതല്ല. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കുറച്ചും കൂടെ എംപത്തറ്റിക് ആവാനും കുറച്ചും കൂടെ ഒരു ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകാനും, ഒരു 1000 പേരോ 2000 പേരോ 10,000 പേരോ ഉള്ള ഒരു ടീമാണെങ്കിൽ പോലും അവരെ എങ്ങനെ ആയിരം പേരോ 10,000 പേരോ 20,000 പേരോ ഉള്ള ടീമാണെങ്കിൽ പോലും അവരെ എങ്ങനെ ലീഡ് ചെയ്യണം, അതിൽ ഓരോ ലെയറിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഇതിലൂടെ പറ്റിയെന്നുള്ളതാണ്, ഈ ഒരു ഓൺടർപ്രണറിയൽ ജേണിയിലൂടെ. അതാണ് ലീഡർഷിപ്പ് സ്കില്ലിലാണ് അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് പിന്നെ നെഗോഷിയേഷൻ സ്കിൽസിലും ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ നല്ല നെഗോഷിയേറ്റർ ആണ് എന്നുള്ളത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നെഗോഷിയേഷനിൽ ഒരു നെക്സ്റ്റ് ലെവൽ നെഗോഷിയേഷൻസിനെ നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോകാനും അതിൻ്റെ ഡിഫറെൻറ്റ് രീതിയിൽ ചിന്തിക്കാനും കുറേ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്തു, കുറേ ടേം ഷീറ്റിൽ നെഗോഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കുറേ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് കുറേ ആളുകളോട് നെഗോഷിയേറ്റ് ചെയ്തൊക്കെ ചെയ്തപ്പോൾ അതിലും ഒരു നെക്സ്റ്റ് ലെവൽ സാധനം ക്രാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ ഈ ജേണിയിൽ കിട്ടിയിട്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനത്തെ കുറേ ബേസിക്കലി എല്ലാ സ്കിൽസും അപ് സ്കില്ലായിട്ടുണ്ട് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതിനെനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ലീഡർഷിപ്പ് സ്കില്ലും അതുപോലെ തന്നെ നെഗോഷിയേഷൻ സ്കില്ലൊക്കെയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അതിൽ ബേസിക്കലി നമ്മൾ മറ്റേ ലീഡർഷിപ്പ് സ്കില്ല്, അതെ, അല്ല അങ്ങനത്തെ എല്ലാ സ്കിൽസും നമ്മൾ സ്കൂളിലൊക്കെ മെയിൻ പേർപ്പസ് അങ്ങനത്തെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വൈ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളെപ്പോഴും പറയും നമ്മൾ സ്കൂളിൽ പോകുന്നു, എന്തിനു പോകുന്നു എന്നുള്ളത് കുട്ടികൾക്ക് അറിയണം. അല്ലെങ്കിൽ നമ്മൾ മാത്സ് പഠിക്കുന്നു, നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുന്നു, നമ്മൾ വേൾഡ് പൊളിറ്റിക്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആൽജിബ്ര പഠിക്കുന്നു, എക്സും വൈയും പഠിക്കുന്നു, ലീനിയർ ഇക്വേഷൻസ് പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ എന്തിനാണ് ഞാനിത് പഠിക്കുന്നത് എന്നുള്ളത് പല കുട്ടികൾക്കും അറിയാറില്ല, അല്ലെങ്കിൽ പല സമയത്തും ടീച്ചേഴ്സിന് പോലും ഇത് അറിയത്തില്ല, ഇത് എന്തിനാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ ആ പർപ്പസ് ഡ്രിവൺ ആവണം ഓരോ സ്കൂളും ഓരോ കോളേജും എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സിലബസ് ഓറിയന്റഡിൽ നിന്ന് മാറി പർപ്പസ് പർപ്പസ് ഓറിയന്റഡ് ആവണം എന്നുള്ളത്. എന്ത് പഠിപ്പിക്കാം, ഇപ്പം പലരും പറയാറുണ്ട് മാത്സിൽ ഇന്ന ടോപ്പിക് എന്തിനാണ്, ജോഗ്രഫിയിൽ ഇന്ന ടോപ്പിക് എന്തിനാണെന്നുള്ളതൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ അതിനൊക്കെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ഉണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. അപ്പം അങ്ങനെ കുറച്ചും കൂടി പേർപ്പസ് ഡ്രിവൺ ആയി കഴിഞ്ഞാൽ എഡ്യൂക്കേഷന്, കുട്ടികൾക്ക് എഡ്യൂക്കേഷനോട് അല്ലെങ്കിൽ ലേണിങ്ങിനോടുള്ളൊരു ബിഹേവിയറും ഒരു അപ്രോച്ചും തന്നെ മാറും പേർപ്പസ് ഡ്രിവൺ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഈവൻ 8 ആയി കഴിഞ്ഞാലും അതിന് എഡ്യൂക്കേഷൻ ആയി കഴിഞ്ഞാലും സ്കൂളിംഗ് ആയി കഴിഞ്ഞാലൊക്കെ എല്ലാ ലേണിങ്ങും പേർപ്പസ് ഡ്രിവൺ ആവണം എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് വരേണ്ട ഒരു മാറ്റം എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ വൈ മാറിക്കഴിഞ്ഞാൽ ഹൗ എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ട്, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത്. ഓരോ കുട്ടികൾക്കും ഓരോ മെത്തേഡ് ഉണ്ട്. ചില കുട്ടികൾ വായിച്ച് പഠിക്കും, ചില കുട്ടികൾ ഓഡിയോ കേട്ട് പഠിക്കും, ചില കുട്ടികൾ എഴുതി പഠിക്കും. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, ആള് ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേൾക്കും, സെയിം ടൈം എഴുതുകയും ചെയ്യും, പക്ഷെ അവൻ പഠിക്കും. അങ്ങനെ പഠിക്കുന്നവരുണ്ട്. പിന്നെ പല രീതിയിൽ ഇപ്പം കേട്ട് പഠിക്കുന്നവരുണ്ട്. ടീച്ചർ ക്ലാസ്സിൽ പറയുമ്പോൾ മാത്രം പഠിക്കും, വേറെ ബുക്കേ തൊടില്ല. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ. ക്ലാസ് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കും, റൂം വന്നു കഴിഞ്ഞാൽ അവർ പഠിക്കത്തേ ഇല്ല, പക്ഷെ അവർ എക്സാംസ് ക്രാക്ക് ചെയ്യും. അപ്പോൾ പല രീതിയിൽ പഠിക്കുന്ന കുട്ടികളെ ടീച്ചർ സെർവ് ചെയ്യുന്നത് എപ്പോഴും ഒരു രീതിയിലായിരിക്കും. ആ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ചാണ്. അപ്പോൾ അതിനെ എങ്ങനെ സ്കൂളിൽ മാറ്റാം, അല്ലെങ്കിൽ സ്കൂളിൽ ഏതൊക്കെ രീതിയിൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഇൻ്റർവെൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വൈ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഹൗ എന്നുള്ള പാർട്ടാണ് മാറണം എന്ന് ആഗ്രഹിക്കുന്നത്. വൈ ഹൗ മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും മാറും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് ഏർലി സ്റ്റേജിൽ നിൽക്കുന്ന സമയം, ഇപ്പോൾ ഇൻ്റർവെൽ ആണെന്നുണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ നിൽക്കുന്ന സമയം, ആ സമയത്ത് ഒരു റൈറ്റ് ഇൻവെസ്റ്റർ വരികയാണ്. അതേസമയം ഫാസ്റ്റ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളും വരികയാണ്. റൈറ്റ് ഇൻവെസ്റ്റർ വേഴ്സസ് ഫാസ്റ്റ് ക്യാഷ്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഏതാ ചൂസ് ചെയ്യുക? ഞാൻ ഏർലി സ്റ്റേജിലായിരുന്നെങ്കിൽ ഞാൻ ഫാസ്റ്റ് ക്യാഷ് ചൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ, ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, ആ ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഞാൻ റൈറ്റ് ഇൻവെസ്റ്റർ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് ഒരു ഫണ്ട് റേസ്ഡ് സ്റ്റാർട്ടപ്പിൽ ഒരു 30-40% ഇൻഫ്ലുവൻസ് എപ്പോഴും ഇൻവെസ്റ്ററാണ് ചെയ്യുന്നത് അതിൻ്റെ ഗ്രോത്തിൽ. അല്ലെങ്കിൽ നമ്മളതിൻ്റെ സക്സസ് റേറ്റ് എടുക്കുക. ആ സക്സസ് റേറ്റിൽ ഇൻവെസ്റ്റേഴ്സ് പ്ലേ വെരി വൈറ്റൽ റോൾ. അപ്പോൾ അതിൽ റൈറ്റ് ഇൻവെസ്റ്റർ ആവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കമ്പനീനെ സക്സസ് ആക്കാനുള്ള വഴി. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബിക്കം എ ഡിസാസ്റ്റർ. എന്താണ് ഇന്ദിരയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പണ്ട് അരീക്കോടിൽ നിന്നാണ് അരീക്കോടാണ് എൻ്റെ ജന്മനാട്. അരീക്കോട് ജനിച്ചു, അരീക്കോട് പഠിച്ചു, പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്ത് പോയി പഠിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് അരീക്കോട്ടേക്ക് തന്നെ വന്നു, അരീക്കോട് നിന്ന് ബിൽഡ് ചെയ്തു. അതിപ്പോൾ നല്ല രീതിയിൽ പോകുന്നു, ഗ്ലോബൽ സ്കെയിലെത്തി. ഇപ്പം ഞാൻ കൊച്ചിയിലേക്ക് മാറിയത് ഞാൻ അടുത്ത് ബിൽഡ് ചെയ്യുമ്പോൾ അതിലെൻ്റെ കോഫൗണ്ടർ കൊച്ചിക്കാരനാണ്, ആലുവക്കാരനാണ്, കൊച്ചിയിലാണ് താമസം. അപ്പോൾ അതൊരു റീസണാണ്. പിന്നെ ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് ഏത് സ്ഥലത്തും ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല, ക്രിയേറ്റീവ് എക്കണോമി അല്ലെങ്കിൽ ടെക് ക്രിയേറ്റീവ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ നല്ലത് കൊച്ചിയാണ് എന്ന് തോന്നിയത് കൊണ്ടും കൂടെയാണ് കൊച്ചിയിലേക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്നുകൊണ്ട് അത് അടുത്തത് ബിൽഡ് ചെയ്യുന്നു. പിന്നെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്, അതൊരു സൈഡിലൂടെ നടക്കുന്നു. അതൊരു സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യമല്ല, അത് പ്യൂർലി ഇമോഷണലി ചെയ്യുന്ന കാര്യം മാത്രമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഫാമിലിയുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹെൽത്തിൽ നല്ല ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഹെൽത്തിലൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് ബോഡി ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ട്രാവൽ ഞാൻ തുടക്കം മുതലേ, ഇൻ്റർവെല്ലിൻ്റെ ഡേ 0 മുതലേ ഞാൻ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളായിരുന്നു. എപ്പം എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതിന് അർത്ഥമില്ല, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ പണ്ടും ട്രാവൽ ചെയ്തിരുന്നു, ഇപ്പോഴും ട്രാവൽ ചെയ്തിരുന്നു. പിന്നെ പല പരിപാടികളുണ്ട്. ഫൈനൽ ക്വസ്റ്റ്യൻ എന്താ? ഫൈനൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണമെങ്കിൽ ചോദിച്ചേ. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ആവട്ടെ. നീ എന്തെങ്കിലും എന്നോട് ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ പറ. എന്നാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം. എന്താണ് താങ്കളുടെ ഭാവി പരിപാടികൾ? എൻ്റെ ഭാവി പരിപാടി തുടക്കം ഒരു കണ്ടന്റ് ക്രിയേറ്ററായിട്ട് തുടങ്ങി ഒരു ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിൽ. അവിടെ നിന്ന് ചില നിക്ഷേപങ്ങൾ ചെയ്യാൻ തുടങ്ങി, പേഴ്സണൽ എമൗണ്ട് പ്ലസ് അത്യാവശ്യം ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങി. എങ്ങനെ നല്ല സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തണം, ഫണ്ട് ലോസ് ചെയ്തിട്ട് എങ്ങനെ നല്ല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ, മനുഷ്യന്മാരെ നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. അപ്പോൾ എന്തിലാണ് വിശ്വസിക്കേണ്ടത്? പ്രൊഡക്റ്റിലാണോ, ടാലൻറ്റിലാണോ, ഇൻഡസ്ട്രിയിലാണോ, റവന്യൂവിലാണോ, കണക്ക് പുസ്തകങ്ങളിലാണോ? അതിനുശേഷം സ്ക്രൂട്ടനിങ് ചെയ്യാൻ തീരുമാനിച്ചു, പഠിച്ചു. അതിനുശേഷം ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് എങ്ങനെയാവണം, അതിന് നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എക്സ്പെക്റ്റ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്താണ്, ഹൗ ടു ഡീൽ വിത്ത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കോ ഫൗണ്ടേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സ്, എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണം,
ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇമോഷൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, അതിനുശേഷം എക്സിറ്റിൻ്റെ സമയം എക്സിറ്റ് ചെയ്യണോ, അത് ഇമോഷണലി എടുക്കേണ്ട തീരുമാനമാണോ അതോ അനലൈസ് ചെയ്തെടുക്കേണ്ട തീരുമാനമാണോ, ഇപ്പം എക്സിറ്റ് ചെയ്യണോ വേണ്ടയോ, അത് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നതായിരിക്കുമോ അല്ലെങ്കിൽ അതിപ്പോൾ ചെയ്യേണ്ട കാര്യമാണോ, തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം കുറച്ച് നിക്ഷേപകരുമായി ചേർന്നൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു, ദാറ്റ് ഈസ് venturenavigator.vc. അതിനുശേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സർവീസുകളെല്ലാം ഓട്ടോമേറ്റ് ചെയ്തു. അങ്ങനെ ഒരു 2 വർഷം കൊണ്ടുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ അത്യാവശ്യം യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ചധികം സ്ഥലങ്ങൾ നമ്മുടെ പോലെ നല്ല നല്ല സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നല്ല സുഹൃത്തുക്കളോട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. പണ്ട് നിഖിൽ കാമത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പെർപ്ലസിറ്റിയുടെ ഫൗണ്ടർ എടുത്ത് ഒരു ഓൺലൈൻ പോഡ്കാസ്റ്റ് ആയിരുന്നു, ഞാനത് കണ്ടപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യണം, കുറച്ച് ദിവസം നിൻ്റെ ഓഫീസിൽ എനിക്ക് ജോലി ചെയ്യാൻ സമയം തരുമോ, കാരണം ഹെക്ടിക്കായി തുടങ്ങി, എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ ഒരു എംപ്ലോയി ആയിട്ടിരുന്നാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ആംബിയൻസിലേക്ക് മാറിയേ കൊള്ളാമെന്നുണ്ട് എന്നൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നിന്നും അതുപോലെ ഈ പേപ്പർ കടലാസുകളുടെ ഇടയിൽ നിന്ന് കുറച്ച് യാത്രകൾ ചെയ്തത്. ഞാൻ നിന്റെ അടുത്ത് ആദ്യം അതാ പറഞ്ഞു, ഒന്ന് യാത്ര ചെയ്യാൻ കൂടെ കൂടുവോ എന്ന് ചോദിച്ച ഓർമ്മയുണ്ടാവും. എനിക്ക് അങ്ങനെ കുറച്ച് നല്ല ബന്ധങ്ങളാണ് വേണ്ടത്. അടിപൊളി സെറ്റല്ലേ. ഇനി 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 കുറച്ചൊന്നല്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. എന്തേലും പറയാം, കാശ് കൊടുക്കാം. ഏത് അത് വിഷയമല്ല, നമുക്ക് അതൊക്കെ VC കമ്പനി ഫണ്ടഡാണ്. വേറെ എന്തെങ്കിലുമൊക്കെ പറയാണ്ടാവുമല്ലോ, ചോദിക്കാൻ. നീ ഇന്റർവ്യൂവർ ആവും, എന്തെങ്കിലും എന്നോട് ചോദിക്കടാ. എങ്ങനെയാണ് സ്റ്റാർട്ടപ്പിനെ സെലക്ട് ചെയ്യല് ചോദിച്ചാലോ? ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പിനെ സെലക്ട് ചെയ്യുന്നത്, സ്റ്റാർട്ടപ്പിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കിൾ റൺ ചെയ്യുന്ന ഒരാളാണ്. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസ് ഉണ്ടാവും. ഓക്കെ, ഓരോ VC ഫേമിനായിക്കോട്ടെ ഏഞ്ചൽ ഫേമിനായിക്കോട്ടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസ് ഉണ്ടാവും. അതനുസരിച്ചായിരിക്കും അവരൊരു സ്റ്റാർട്ടപ്പിന് കൈ കൊടുക്കുന്നോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ ടീമിനെ ട്രസ്റ്റ് ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റ് ഉണ്ടാവുകയില്ല, പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യേണ്ടി വരും, ഉദാഹരണങ്ങൾ കാണിക്കാൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇൻ്റർവെല്ലാണെന്നുണ്ടെങ്കിൽ അത് ബൈജൂസ് ഉദാഹരണം പറയാം, അല്ലെങ്കിൽ എൻട്രി ഉദാഹരണം പറയാം. ഉദാഹരണം പറയാനില്ലാത്ത ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകളെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളെ നമുക്ക് അതിൻ്റെ മാർക്കറ്റ് ഇൻഡസ്ട്രിയും അതേപോലെ ആ ഫൗണ്ടിങ് ടീമിൻ്റെ ഹിസ്റ്ററിയും അവരുടെ പൊട്ടൻഷ്യലും ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസ് അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് ചെയ്യാം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസിൽ എന്തൊക്കെയെന്ന് വരും? ചെക്ക് സൈസ് ഉണ്ടാവും, ഫൗണ്ടിങ് ടീമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ആ മാർക്കറ്റിൻ്റെ ഇൻഡസ്ട്രി സ്കോപ്പ്, അതിൻ്റെ റിട്ടേൺസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ചാണ് നമ്മൾ ആ തീസിസ് റെഡിയാക്കുന്നത്. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫണ്ട് ആൻഡ് വി ക്യാൻ സെലക്ട് എ സ്റ്റാർട്ടപ്പ്. അവിടെയും ചോദ്യങ്ങളുണ്ട്. ഓടിപ്പോയി 1 കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 1 കോടി ഒറ്റയടി കൊടുത്തൊന്നുണ്ടാവില്ല. ആദ്യം 20 ലക്ഷം രൂപ കൊടുക്കും ഒരു ഫസ്റ്റ് റൗണ്ട് എന്നുള്ള രീതിയിൽ. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ചായിരിക്കും അടുത്ത ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ 20 ലക്ഷം രൂപ ഒരു ഭംഗിയായിട്ടല്ല വിനിയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിന് കൃത്യമായ അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫണ്ട് ചിലപ്പോൾ കമ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ട് വരില്ല. ഇങ്ങനെ ഫൗണ്ടർ ഇൻവെസ്റ്റർ കോൺഫ്ലിക്റ്റുകൾ ഒരുപാട് വരാറുണ്ട്. പറഞ്ഞ കാര്യങ്ങളായിരിക്കണം എന്നില്ല ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറുടെയോ ഫൗണ്ടിങ് ടീമിൻ്റെയോ കുഴപ്പങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലായ്മയായിരിക്കാം. അവിടെ ഒരു ഫൗണ്ടർക്ക് അങ്ങനെ ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് നികത്തേണ്ടത് അടുത്തൊരാളെ വെച്ചുകൊണ്ടായിരിക്കണം, ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഒന്നെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരാളായിരിക്കാം. അയാളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും, അത് വിറ്റ് കാശാക്കണമെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുന്ന, അത് വിറ്റ് കാശാക്കാൻ കഴിവുള്ള ഒരു ടീം കൂടെ വേണം, എങ്കിലേ ആ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ടീം ഡെവലപ്പ് ചെയ്യാൻ അയാൾ ഒരു ലീഡർ ആയിരിക്കണം. ഒരു ലീഡർക്ക് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റീസ് ആണ് ഒരു റീസൺ പറയാതിരിക്കുക, ഒരു എക്സ്ക്യൂസ് പറയാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ. അയാൾ ആ പരിപാടി നടത്തണം, ഒരു സംഭവം ഒരു ടാർഗറ്റ് വെച്ചാൽ അത് ചെയ്യണം. ഹീസ് എ ലീഡർ. അങ്ങനെയുള്ള ഒരാളായിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ. ദാറ്റ്സ് ദ ബേസിക് ക്വാളിറ്റി ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റീസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ സംശയമാണ്. ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ റീതിങ്ക് ചെയ്യും, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ. അങ്ങനെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്.
എന്ത് രസമായിട്ടാണ് അടുത്ത ചോദിക്കടാ. നല്ല ഫ്ലോണ്ട് ഇതില്. അല്ലേ ഞാൻ എന്താ ചോദിക്കാ? എന്ത് ചോദിച്ചോ, എൻ്റെ ഇങ്ങനത്തെ അടിപൊളി സാധനം ഉണ്ട്. ലൈവ് ചോദിക്കുന്നു വേണ്ട, അങ്ങ് പറഞ്ഞോ. കാശ് കളഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. ചോദിക്കുന്നു ഒരു ബാഡ് എക്സ്പീരിയൻസ് ചോദിച്ചേ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളതിലെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ, അതില് വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് തോന്നി? ഒരുപാടുണ്ടായിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ ഏർലി സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. ഒരു ഐഡിയ മാത്രമുണ്ട്, ഫണ്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആളുകളിൽ നീ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ടില്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല ഏർലി സ്റ്റേജിൽ സ്മോൾ ടിക്കറ്റ് സൈസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രശ്നങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം അവർ ഓവർ കമ്മിറ്റ്മെൻറ്റ് ആ പ്രൊഡക്റ്റിൽ കാണിക്കണം. ഞാനൊരു ഏഞ്ചൽ ഇൻവെസ്റ്ററിനേക്കാൾ ഇപ്പുറത്ത് ഞാനൊരു ഡെവിൾ ഇൻവെസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾ. അതായത് വൺസ് എ ടൈം ഞാൻ ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ പിന്നെ അവന് ഇരിക്കാൻ നേരം ഉണ്ടാവില്ല. അവൻ്റെ ഓരോ ഫോളോ അപ്സ്, അത് ചെയ്യേണ്ട അടുത്ത ടാർഗറ്റ്സ്, അടുത്ത കണക്ഷൻസ്, വാല്യുബിൾ കണക്ഷൻസാണ് ഞാൻ കൊടുക്കും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അത് മീറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് റെസ്പോൺസിബിൾ ആവാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവൻ ഓവർ കമ്മിറ്റ്മെൻറ്റഡ് ആവേണ്ട സമയം മുതൽ വീട്ടിൽ നിന്ന് പ്രഷർ വന്നു തുടങ്ങാം. അവൻ്റെ ഏർലി 20s ആയിരിക്കും. ഈ സമയത്തായിരിക്കും കരിയർ വേറെ രീതിയിൽ വീട്ടുകാർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ രീതിയിൽ ഇവന് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ വീട്ടുകാർ ഇവരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരും. അത് പിന്നീട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ കമ്പനീനെ ആയിരിക്കും, ഗ്രോത്തിനെ ആയിരിക്കും. അപ്പോൾ ആസ് ആൻ ഇൻവെസ്റ്റർ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ നിർബന്ധിക്കുന്നതിന് ഫോളോ അപ്പ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അവിടെ അത് ബ്രേക്ക് ആവും. വീണ്ടും അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈഡ് ചെയ്തുകൊണ്ട് പിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതൊരു മാനുഫാക്ചറിങ് സെക്ടറായിരുന്നു. മാനുഫാക്ചർ ചെയ്യുന്നത് വീടിനോട് അടുത്തുള്ള ഒരു യൂണിറ്റിലായിരുന്നു. അവിടെ ലീഗൽ കേസ് നടക്കുന്ന കാര്യം നമ്മൾ അറിയിച്ചില്ല. അവിടുത്തെ മറ്റ് എലിമിറ്റീസും അവിടുത്തെ അസറ്റ് കോസ്റ്റും എല്ലാം വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തു എന്നല്ലാതെ അവിടെ ലാൻഡിന് കേസ് നടക്കുന്ന കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു ആംഗിളിലേക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു പുതിയ സ്റ്റഡിയും കൂടി ആയിരുന്നു ഞങ്ങൾക്ക്, A to Z പഠിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ കോസ്റ്റ് നല്ലൊരു കോസ്റ്റ് വന്നിട്ടുണ്ട്. അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് അല്ലേ. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് മാൻ പവർ കൊണ്ടുവന്ന് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കേസിൻ്റെ വിധികൾ വരുന്നതും അതെല്ലാം ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതും ഹ്യൂജ് എക്സ്പെൻസ് വീണ്ടും മീറ്റ് ചെയ്യേണ്ടത്. ഒരു ഏരിയയ്ക്ക് അനുസരിച്ചാണ് നമ്മളൊരു ബിൽഡ് ചെയ്യുന്നത്. അത് രണ്ടാമതൊരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് പർസ് നേടുക പറഞ്ഞാൽ ഹീസ് വെരി എക്സ്പെൻസീവ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഹൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പിച്ച്, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ വലിയ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ. ഇൻവെസ്റ്റ് പൈസ കിട്ടുന്നത് വരെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിൻ്റെ ഫേസ് ഉണ്ട്. എല്ലാവരുടെയും അല്ല, ചിലരുടെ. പൈസ അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഓരോ ഗൈഡ് ലൈൻസും ചെക്ക് പോയിന്റ്സും വാല്യുബിൾ കണക്ഷൻസും ഇൻട്രാക്ഷൻസ് എല്ലാം നടത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു സുപ്പീരിയോറിറ്റി വരും. അതിനുശേഷമുള്ള ഒരു ബാഡ് കണക്ഷൻ ഉണ്ട്. ഇമെയിൽസിന് റെസ്പോൺസ് വരാതിരിക്കുക, ഇൻക്ലൂഡിങ് വാട്സപ്പ് ചാറ്റിന് വരെ റെസ്പോൺസ് വരാതിരിക്കുക, വിളിച്ചാൽ ഫോൺ എടുക്കുക, തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. ഇതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇമോഷണലി ഹാൻഡിൽ ചെയ്യാനും കൂടെ പറ്റണം. അത് പഠിച്ചത് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നാണ്. ഓയിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റർമാർ, അങ്ങനെ UAE, GCC, UK, US, കാനഡ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രൊഫൈൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ആ പ്ലാറ്റ്ഫോമിൽ. venturenavic.vc എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുള്ളവർ ക്രെഡിബിൾ, അവരുടെ പ്രൊഫൈൽ നോക്കിയതിന് ശേഷം മാത്രമേ ഓൺ ബോർഡ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു ടെക് പ്ലാറ്റ്ഫോമാണ്, പ്യുവർലി AI പവേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഏഞ്ചൽ ഗ്രൂപ്പാണ്. യെസ്, ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം വിത്ത് ഏഞ്ചൽ ഗ്രൂപ്പ്സ്. ആ പ്ലാറ്റ്ഫോമിൽ ഒരു സ്റ്റാർട്ടപ്പ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതുപോലും ആയിരിക്കും ഫില്ല് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. കോൺടാക്ട് നമ്പർ ചോദിക്കുമ്പോൾ എൻ്റെ കമ്പനിയുടെ കോൺടാക്ട് നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച ആൾക്കാർ വരുന്നുണ്ട്. പ്രോപ്പർ ഇമെയിൽ ID വെക്കാൻ അറിയാത്തവർ, പ്രോപ്പർ പിച്ച് ഡെക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. പക്ഷേ നല്ല പ്രൊജക്ട്സ് ഉണ്ട്. റീസെൻ്റ്ലി വി കമ്മിറ്റഡ് 25 lakhs, ഏർലി 25 lakhs കമ്മിറ്റ് ചെയ്ത് ലെറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അതൊക്കെ ഒരു ഹ്യൂജ് സ്ക്രൂട്ടനിങ് പ്രോസസ്സ് ഉണ്ട്. അവരെ വിളിച്ച് ഈ പറയുന്ന ഡോക്യുമെന്റ്സ്, ഇപ്പോൾ പേറ്റന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവർ പിച്ചിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. പേറ്റന്റ്, വി ഹാവ് പേറ്റന്റ് റൈറ്റ്സ്, അത് ഇത്. പക്ഷേ നമ്മളത് കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള പിച്ചുകളും വന്നിട്ടുണ്ട്. അതല്ലാതെ ജെനുവിൻ കാര്യങ്ങൾ സോഴ്സ് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് കറക്റ്റ് വാല്യുവേഷൻ എങ്ങനെ അതിൽ കൊടുക്കണം എന്ന് പോലും അറിയാത്തവരുണ്ട്. 100 കോടി വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ കമ്പനി. അപ്പോൾ അവർ കോമ്പറ്റീറ്റീവ് സ്റ്റഡിയാണ് നടത്തിയത്. ഇൻഡസ്ട്രിക്ക് ഇത്രയും വാല്യുവേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും വാല്യുവേഷൻ തരണ്ടേ എന്നുള്ള ചോദ്യം. അത് ലോജിക്കലല്ല, ഒരിക്കലും ലോജിക്കലല്ല. 100 കോടി വാല്യുവേഷനിൽ 10 കോടി വേണം ഫോർ ഇത്ര ഇക്വിറ്റീസ്. തുടങ്ങിയിട്ടും കൂടി ഇല്ല, കമ്പനി പോലും രജിസ്റ്റർ ചെയ്തത്, പിന്നെ എങ്ങനെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ
അങ്ങനെ കുറേ പിച്ചസ് വന്നിട്ടുണ്ട്, നല്ല പിച്ചസും വന്നിട്ടുണ്ട്, നല്ല ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ ഉള്ള അക്കൗണ്ട്സ് ഒക്കെ ഉള്ള പിച്ചുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് റെസ്പോൺസ് നമ്മൾ കൊടുക്കും, മെയിൽ കൊടുക്കും. അവിടെയാണ് അടുത്ത പ്രശ്നം. ചില മെയിലുകൾ സ്പാമിലാവും വന്ന് എടുക്കുക, ചില മെയിൽസ് ചെക്ക് ചെയ്ത് അപ്പോൾ മെയിൽ പോലും ചെക്ക് ചെയ്യാതെ നിങ്ങൾക്ക് റെസ്പോൺസ് വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫൗണ്ടേഴ്സിനെ രണ്ടാമത് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് തോന്നും. അതായത് പറഞ്ഞിട്ടുണ്ടാവും പ്രോപ്പർ ഇന്ന കാര്യങ്ങളാണ് വന്നിട്ടുണ്ടാവും, വീണ്ടും ഡൗട്ട്ഫുൾ ആവുന്ന ആളുകളെ പിന്നെ നമ്മളൊരു മൈൽ സ്റ്റോൺ പറയും, ഇന്ന രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ, നമുക്ക് പരിഗണിക്കാമെന്ന് പറയും. അപ്പോൾ അത് അല്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്, ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ കൺവിൻസിങ് ആവുന്ന രീതിയിൽ അവർക്ക് പറയാൻ പറ്റുന്നില്ല. അതൊരു ബാഡ് പോയിന്റ് ആണ്. പക്ഷെ അക്സെപ്റ്റ് ചെയ്ത് അത് നമ്മൾ നെക്സ്റ്റ് ചെക്ക് പോയിന്റിൽ കാണാമെന്ന് പറഞ്ഞ് അത് റിവൈൻഡ് ചെയ്തവർക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ടപ്സിന് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ venturenavigator.vc ജസ്റ്റ് സെർച്ച് ചെയ്താൽ അവിടെ തന്നെ സംഭവം വരും. കയറുക, അവിടെ അപ്ലൈ ചെയ്താൽ നമ്മൾ വെരിഫൈ ചെയ്യും. അതിനൊരു സമയം എടുക്കും. 2026 എത്ര ഫണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര കമ്പനീസിൽ എത്ര രൂപയായിരിക്കും? ഒരു 10 crore ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ചെക്ക് സൈസ്. 10 crore. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ സ്റ്റാർട്ടപ്പിൻ്റെ പേര് പറയാൻ പറ്റില്ല, US ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഓട്ടോണോമസ് കാറുകളുണ്ടല്ലോ, ആ കാറ് മാനുഫാക്ചർ ചെയ്ത് അതിലൊരു പ്രീമിയം ഒരു പോഡ് സെറ്റപ്പുകളുണ്ട്, 4 പോഡ്സാണ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ ക്യാബ് പോലെ, യൂബർ പോലെ വിളിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കാ കാർ വരും, അതിൽ കയറിയിരിക്കുക. പ്രീമിയം ആൻഡ് ലക്ഷറി ആംബിയൻസ് ഉള്ളത്. അതിൻ്റെ മാനുഫാക്ചറിങ് ചൈനയിലാണ്. ഒരു 1 million ഫണ്ടിങ് റൗണ്ടിൽ $500K നമ്മൾ ഫണ്ട് ചെയ്തു. അത് നമ്മുടെ പ്ലാറ്റ്ഫോം ത്രൂ ചെയ്തിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇന്ത്യയിലുള്ള കമ്പനി പോലും ഇല്ല, US ഉള്ള കമ്പനിയാണ്. അതിലൊരു മലയാളി കോ ഫൗണ്ടർ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ദ ഓൺലി കണക്ഷൻ വി ഹാവ്. അതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ പഠിച്ച് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്. 10 കോടി എത്ര കമ്പനിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും? അത് ഡിബേറ്റബിൾ ആണ്. ഓരോന്നതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ 100K എന്ന് പറഞ്ഞ 500K എന്ന് 5 കോടി രൂപ അടുത്തുണ്ട്. 5 കോടി രൂപ ഒരു സ്റ്റാർട്ടപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏർലി സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് അവർ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് പിന്നെ ഇത് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ചിലത് 5 CR ആവാം, ചിലത് 2 CR ആവാം, ചിലത് 10 lakh ആവാം, 25 lakh ആവാം. ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേജ്, ഡിപ്പെൻസ് ഓൺ ദ ഇന്നോവേഷൻ, ഡിപ്പെൻസ് ഓൺ ദ ടീം. ആ ടീമിൽ ഒരു US കോ ഫൗണ്ടർ ഉണ്ടായിരുന്നു. അയാളുടെ ഹിസ്റ്ററി അടിപൊളിയാണ്. അയാൾ യൂബറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതിൻ്റെ ടെസ്ലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് കോ ഫൗണ്ടർ. അയാളുടെ എക്സ്പീരിയൻസും അതുപോലെ അടിപൊളിയാണ്. അതേപോലെ ഉണ്ടായിരുന്ന മറ്റൊരു കോ ഫൗണ്ടർ കേരളത്തിൽ നല്ലൊരു സ്റ്റാർട്ടപ്പ് ചെയിൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ പ്രൊഫൈലുള്ള ആളുകളാണ്. അപ്പം ലൈക്ക് venturenavigator.vc വഴി നിങ്ങൾ ഫണ്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ക്യാപ് ടേബിളിലേക്ക് വരുന്നത് ആ ഫണ്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഡയറക്റ്റ് അവരായിരിക്കും വരിക, പ്ലാറ്റ്ഫോം അല്ല വരിക. ജസ്റ്റ് എ പ്ലാറ്റ്ഫോം. അപ്പൊ അതൊരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് ആയിരിക്കും, അതോ ഒരു വ്യക്തി ആയിരിക്കും? നോ ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ്. യെസ്. അത് മോഡറേറ്റ് ചെയ്യുന്നത് ഞാനും എൻ്റെ ടീമും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് സൈസ് ഇഷ്യൂ അല്ല, എത്ര വേണമെങ്കിലും റേസ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ മണി ഈസ് നോട്ട് എ പ്രോബ്ലം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേ ഹാവ് ഫണ്ട്. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഫൗണ്ടേഴ്സ്, ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള കമ്പനീസ്, അത് കിട്ടാനാണ് ബുദ്ധിമുട്ട്. അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാത്തവരെ കിട്ടണം, അത് പറഞ്ഞ രീതിയിൽ അച്ചീവ് ചെയ്യുന്നവരെ കിട്ടണം. അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫണ്ട് ഈസ് നോട്ട് എൻ ഇഷ്യൂ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എന്താണ് നിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ഇപ്പം കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് ഏഞ്ചൽ നെറ്റ്വർക്ക്സ് ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ദുബായ് ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്. ഇവരൊക്കെ പറയുന്നത് നല്ല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഐഡിയാസ്, നല്ല സ്റ്റാർട്ടപ്സ് ഉണ്ടെങ്കിൽ നീ സജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ സ്പെസിഫിക് ഇൻഡസ്ട്രി ഒക്കെ ചോദിക്കുമ്പോൾ പല ഇൻഡസ്ട്രിയിലും നമുക്ക് സജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റിൽ ആ റവന്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള ഐഡിയാസ് ഓർ സ്റ്റാർട്ടപ്സ് ഓർ ബ്രാൻഡ്സ് നമുക്ക് ഉണ്ടാവാറില്ല. അത് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഫണ്ട് ഇവിടെ ഉണ്ട്, പക്ഷേ ആ ഫണ്ട് റിസീവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടപ്സ് ഇല്ല എന്നുള്ളത് എപ്പോഴും പലരും പറയുന്നതാണ്. പക്ഷേ ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ മേ ബി ഫൗണ്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ ഐഡിയ അവർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷേ നമുക്ക് ഫണ്ട് കിട്ടുന്നില്ല, നമ്മൾ ഒരുപാട് പേരെടുത്ത് പിച്ച് ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു ലൈക്ക് രണ്ടും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ട് വരാനിപ്പം ഇതുപോലത്തെ ഒരുപാട് എക്കോസിസ്റ്റം ഇനേബിളേഴ്സും ഫണ്ട് മാനേജേഴ്സും ഗവൺമെൻറ് ഒക്കെ ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് കുറക്കാനും വേണ്ടിയിട്ട്. ഇൻവെസ്റ്റേഴ്സും നല്ല ഫൗണ്ടേഴ്സും തമ്മിലുള്ള, ഇൻവെസ്റ്റബിൾ സ്റ്റാർട്ടപ്സും തമ്മിലുള്ള ഗ്യാപ്പ് കുറക്കാനും വേണ്ടിയിട്ട് ഹോപ്പ്ഫുള്ളി കുറയുമെന്ന് വിചാരിക്കുന്നു. ആ ഫൗണ്ടേഴ്സിൻ്റെ സംസാരിക്ക് നന്നായിട്ട് അറിയാം. ഫൗണ്ടേഴ്സ് പിച്ച് ചെയ്യുമ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്, എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു വെർഷനാണ് ഈ കാണുന്ന വൈ. അതായത് ഇൻ്റർവെൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്നത് ബൈജൂസ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. ബൈജൂസ് ഇത്രയും റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്, ബൈജൂസിന് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട്, അതിൻ്റെ 1% നമുക്ക് കിട്ടിയാൽ മതി. അത്രയും അപ്പോൾ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇത്രത്തോളം റവന്യൂ കിട്ടും എന്നുള്ള രീതിയിലായിരിക്കും പിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യാറില്ല. ദേ ആർ നോട്ട്
എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും കൂടി ഉണ്ടാവില്ല. മാർക്കറ്റിലെ ഒബ്സർവേഷൻസ് വെച്ചിട്ട് പിച്ച് ചെയ്ത് തുടങ്ങും. അവരുടെ യഥാർത്ഥ റവന്യൂ മുന്നിൽ കാണണമെന്നായിരിക്കണതില്ല. ഡാറ്റ വിൽക്കുന്നതായിരിക്കാം, പ്ലാറ്റ്ഫോംസിൻ്റെ അനലിറ്റിക്സ് ചിലപ്പോൾ അതായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റവന്യൂ സോഴ്സിലേക്കുള്ള റൂട്ടിംഗ് ആയിരിക്കാം. അത് ഇങ്ങനെ പല ആംഗിൾസ് അവർക്കുണ്ടായിരിക്കാം, അവർക്ക് ഫണ്ട് ചെയ്യുന്നവർക്കുണ്ടായിരിക്കാം. അപ്പോൾ അത് കണ്ടുകൊണ്ടായിരിക്കണം എന്നില്ല പുതിയൊരാൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കണ്ടുവരുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവരുടെ സർക്കിളിൽ ഓരോ പ്ലാറ്റ്ഫോംസിൻ്റെയും യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ചിലപ്പോൾ അറിയുമായിരിക്കാം. അവൻ്റെ അടുത്ത് അവൻ പോയിട്ട് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതേപോലെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്, ഞങ്ങൾക്ക് ഇത്ര ഫണ്ട് വേണമെന്ന് പറയാം. അത് ഇൻവെസ്റ്റേഴ്സല്ല. ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളും ബിൽഡ് ചെയ്യാൻ പോകുന്നത്, അത്ര റവന്യൂ തന്നെ ഞങ്ങൾക്കും ഉണ്ടാവും. അതുണ്ടാവാറുണ്ട്. ഇപ്പം സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വരുമ്പോൾ പലർക്കും പല കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിങ് ആണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് പിച്ച് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിന് ഫീഡ്ബാക്ക് കിട്ടുന്നു. ആ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പിച്ചൊക്കെ അങ്ങനെ മാറിയിട്ടാണ് ഞാൻ ഇന്നുള്ള സ്റ്റോറി ടെല്ലർ ആയത്. ഞാൻ ഇന്നുള്ള സ്റ്റോറി ടെല്ലർ ആയിരുന്നില്ല ഒരു 3 years ബാക്കിൽ. അപ്പം ബേസിക്കലി നമ്മൾ പിച്ച് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിങ് എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റോറി ടെല്ലിങ്ങിനെ നമുക്ക് ആ കണ്ടിന്യൂസ് ലേണിങ്ങിലൂടെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ട് വേണം നമ്മൾ പോകാൻ. എന്നല്ലാതെ ഞാൻ പിടിച്ച മുയലിനാണ് ഇത്ര കൊമ്പ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫൗണ്ടേഴ്സ് എൻ്റെ അടുത്ത് വരാറുള്ളത്. അവരോട് ഞാൻ ഹോണസ്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരോട് ഇപ്പം പലതും ഈ മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെത് പറയുന്നത് പോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് മാർക്കറ്റിൻ്റെ സൈസ്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് സൈസ് കിട്ടും, ടാം ഇത്ര വലിയ ടാമാണ്. അപ്പോൾ അതിൻ്റെ 1% ഞങ്ങൾ ഇത്ര വർഷം കൊണ്ട് എടുക്കും, അല്ലെങ്കിൽ 10% ഞങ്ങൾ ഇത്ര വർഷം കൊണ്ട് എടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര റവന്യൂ ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. അത് ഞാനൊരിക്കലും ഒരു ഇൻവെസ്റ്ററെ പോലെ ഞാൻ അവരുടെ അടുത്ത് അത് പറയാറില്ല. ഞാനൊരു ഫൗണ്ടറെ പോലെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. പലരും അത് മാറ്റാറുണ്ട്, മാറ്റാത്തവരും ഉണ്ട്. മാറ്റാത്തവർക്ക് അവരുടെ വഴി, മാറ്റിയവർക്ക് അവരുടെ വഴി. ഇതിൽ ഏതാണ് നല്ല വഴി എന്നുള്ളത് അവർ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വരാറുണ്ട്. ഈ പിച്ചിൻ്റെ കാര്യം പറയാൻ ഓർത്തത്, അതായത് ഞാൻ കണ്ടിട്ടുള്ള പിച്ചുകൾ 2 രീതിയിലാണ്. ഒന്ന് സെൽഫ്, 2 ഏതെങ്കിലും ഒരു കമ്പനി ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിച്ച് മൈക്ക് കെയർ ഹെൽത്തിൻ്റെ ആൾ ഏകദേശം ഒരു 10-300 പിച്ച് ഡെക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോമോട്ടോ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഉണ്ട് ബാംഗ്ലൂർ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ്. പുള്ളി റീസെൻ്റ്ലി ഫണ്ട് റേസ് ചെയ്തു. ആൾ 99 പിച്ച് ഡെക്ക്, 100ാമത്തെ പിച്ച് ഡെക്കാണ് ഞാൻ ചെല്ലുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ ഇൻവെസ്റ്റേഴ്സും സെപ്പറേറ്റ്. ഇപ്പോൾ നീയാണ് 108 ലാസ്റ്റ് വേർഷൻ ഞാൻ ചെയ്തത് V108.2 ആണ്. അപ്പോൾ ഈ പറയുന്ന ഈ പിച്ച് ഡെക്ക് റിഫൈൻ ചെയ്യാന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളതും കൂടിയാണ്. നമ്മൾ അപ്ഡേറ്റ് ആവുന്നു, ബിസിനസ് അപ്ഡേറ്റ് ആവുന്നു, ബിസിനസ് മോഡൽ അപ്ഡേറ്റ് ആവുന്നു. ഈ 1 കോടി റേസ് ചെയ്യാനും 10 കോടി റേസ് ചെയ്യാനും ഐഡിയേഷൻ സ്റ്റേജിലുള്ള പിച്ച് ഡെക്കും കൊണ്ടുവരുന്നവരുണ്ട്. അത് ഏകദേശം ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ചെയ്തിട്ടുള്ളതായിരിക്കും. അത് നോക്കുമ്പോൾ അറിയാം, ഒന്നെങ്കിൽ ChatGPTയുടെ സംഭവം ഉണ്ടാവും, മണി കോൺക്ലേവ് ആണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു ഗ്രാൻഡിൻ്റെ കുറച്ച് 1 lakh ആണെന്നുണ്ട് ഗ്രാൻഡിൻ്റെ ഒരു എമൗണ്ടിന് പിച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരാളുടെ പിച്ച് ഡെക്ക് കണ്ടതാണ്, താഴെ ഗാമയുടെ വാട്ടർമാർക്ക്. പിച്ച് ഡെക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ജസ്റ്റ് കോഡ് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫൗണ്ടേഴ്സിന് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്താ തോന്നുന്നത്? അത് സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ് ഇപ്പം എക്സാമ്പിൾ ഗാമയെ ഡിഫറെന്റ് സ്റ്റോറിയാണ്. അത് യൂസ് ചെയ്തിട്ട് അവർ ഡിസൈനിങ്ങിന്റെ സമയം കുറച്ചവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി മടിയന്മാരായതുകൊണ്ട് ഫുള്ള് ഗാമയെ കൊണ്ട് ചെയ്യിപ്പിച്ചവരുണ്ടായിരിക്കാം, 2 പേരും ഉണ്ടായിരിക്കാം. ബട്ട് അഗെയിൻ നമ്മൾ ടൈം കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കാനും അതിനെ ഏറ്റവും ഷോർട്ടസ്റ്റ് വേർഡ്സിൽ ഷോർട്ടസ്റ്റ് പിക്ചറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അല്ലാതെ നമ്മളിപ്പം ഡിസൈൻ ചെയ്യാനും വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. എനിക്കൊരു ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആക്ച്വലി ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയൻ ഡിസൈനറാണ്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു പുറത്ത് കൊടുത്തൊരു സാധനം ചെയ്യിച്ചിട്ടില്ല. ഞാൻ ഫോട്ടോഷോപ്പിലും ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു 10-20 വേർഷനൊക്കെ ഞാൻ ഫോട്ടോഷോപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഷോപ്പ് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ക്യാൻവയിലേക്ക് മാറി. ക്യാൻവ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ ഞാൻ ഡിസൈനിൻ്റെ എലമെൻറ്റ്സ് കുറച്ചിട്ട് അതിൽ കൊടുത്തിട്ടുള്ള കോർ കോണ്ടന്റ് മാത്രം കോർ ഫോക്കസ് ആക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് കുറഞ്ഞു. കുറച്ചും കൂടി ലെസ് ടൈമാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുള്ളൂ. പിന്നെ എനിക്ക് പല വേർഷൻസ് ഉണ്ട്, ലൈക്ക് വെരി ഷോർട്ട് വേർഷൻ, ലോങ് വേർഷൻ, മിഡിൽ വേർഷൻ. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടിനനുസരിച്ച് ഇതിന് മാറ്റും. പിന്നെ നമ്മൾ ഏത് ഇൻവെസ്റ്റർ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതിനനുസരിച്ചൊക്കെ ഇതിൻ്റെ വേർഷൻസ് മാറും. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു 4-5 ലൈവ് വേർഷൻസ് കീപ്പ് ചെയ്യുമായിരുന്നു. ബട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ഫൗണ്ടേഴ്സിനും ഓരോ രീതി ഉണ്ട് അത് ചെയ്യുന്നതിൻ്റെ. ചിലർ ChatGPT യൂസ് ചെയ്ത് ചെയ്യും, ചിലത് ഗാമ യൂസ് ചെയ്ത് ചെയ്യും, ചിലവർ ചിലപ്പം അല്ലാതെ തന്നെ സെൽഫായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടാവും. ബട്ട് അൾട്ടിമേറ്റ്ലി അതിൽ കൊടുത്തിട്ടുള്ള ആ കോണ്ടന്റിൽ നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിച്ച് ചെയ്യുന്ന സമയത്ത്.
ഗ്രാൻഡുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഈ ഗ്രാൻഡിന് അപ്ലൈ ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. അതെന്താ ചെയ്യേണ്ടത്? അതിന്റെ റീസൺ ഒന്ന്, ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇത് ബിസിനസ് ആണ് തുടങ്ങുന്നത്, ഇത് സ്റ്റാർട്ടപ്പ് ആണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ്സിനെ കുറിച്ചോ ആക്സിലറേറ്റേഴ്സിനെ കുറിച്ചോ ഇൻക്യുബേറ്റേഴ്സിനെ കുറിച്ചോ ഒന്നുമുള്ള നോളജ് ഇല്ല. ഈ നോളജ് എല്ലാം ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളിത് പഠിച്ചു വന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് 50 ലക്ഷത്തിൽ കൂടുതൽ മാസവരുമാനം ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്. അതുകൊണ്ട് ആ സ്റ്റേജിൽ ഞങ്ങൾക്ക് ആരും ഗ്രാൻഡ് തരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഗ്രാൻഡിനെ കുറിച്ച് ഞങ്ങൾക്ക് അന്നും ഇന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഫാമിലി ഓഫീസ്, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ്സ്, HNIs, പിന്നെ B2B അത്യാവശ്യം ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകാർ, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്, ടൂൾസ് ഉണ്ട്, നമ്മളെ സംബന്ധിച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിൽ എല്ലാ രീതികളും അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവണം. ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് ഇവരിലായിരുന്നായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഉണ്ട്, നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാ റൗണ്ട് ഇൻഡിവിജ്വൽസിന്റെ പിച്ച് ചെയ്യുന്ന സമയത്തും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന്റെ കണക്ട് ചെയ്യുന്ന സമയത്തും പ്ലാറ്റ്ഫോംസിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും HNIസിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്തൊരു മെർജർ അക്വസിഷൻ വരുന്ന ഒരു B2B സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ അപ്രോച്ച് വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഞാൻ ഒരു ഫൗണ്ടർ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഏഞ്ചൽ ഇൻവെസ്റ്ററെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ റീസണും ഇത് തന്നെയാണ്. കാരണം അവരുടെ ഡ്യൂ ഡിലിജൻസ് ഭയങ്കര കുറവായിരിക്കും. ഇപ്പൊ ഞാൻ VC ഫേംസിന്റെ DDയും ചെയ്തിട്ടുണ്ട്. ഇന്റർവെല്ലിൽ തന്നെ പല VC ഫേംസും അപ്രോച്ച് ചെയ്തിട്ട് പല റൗണ്ട്സ് നടത്തി DD ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി നമ്മുടെ ഉറക്കം പോകും. ആ രീതിയിലാണ് അവർ DD ചെയ്യുക. അപ്പോൾ അത്രയും DD ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടറെ സംബന്ധിച്ച് ചിലപ്പോൾ അതൊരു അനാവശ്യമായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ കാശല്ല. ഈ പറഞ്ഞ പോലെ തന്നെ അവരെ ബാക്ക് ചെയ്യുന്ന വേറെ കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവരോട് ഇവർ ആൻസറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ അത്രയും സ്ക്രൂട്ടിനി ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം. ബട്ട് ഫൗണ്ടർ ഉറക്കം പോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും അങ്ങനത്തെ സ്മൂത്ത് ആയിട്ടുള്ള പ്രോസസ്സ്, സ്മൂത്ത് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, അതുകൊണ്ടാണ് ഞാൻ ഏഞ്ചൽ ഇൻവെസ്റ്റ് ചൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് പറ്റില്ല, പിന്നെ നമുക്ക് VC ഫണ്ട് തന്നെ വേണം. അപ്പോഴും VC ഫണ്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ VCയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. അപ്പോൾ അവിടെയും DD കുറയും. കാരണം ഹീസ് വൗച്ചിങ് റൈറ്റ്, അയാൾ ഒരു ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഈസിനെസ് DDയിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ഫൗണ്ടർ രീതിയിലുള്ള എൻ്റെ POV. അപ്പോൾ റമീസ് ബ്രോ സ്റ്റാർട്ടപ്പിൻ്റെ ടെക്കിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത മേഖലയിലേക്ക് പോവാണ്. അപ്പോൾ നിവിൻ പോളി ആയിട്ടുള്ള പുതിയ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതുപോലെ അടുത്തടുത്ത എന്താ പറയുക ഗെയിമിംഗ് ഇൻഡസ്ട്രി, പിന്നെ എന്തൊക്കെയാണ് ഗെയിമിംഗ് ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, ബേസിക്കലി ടെക് ക്രിയേറ്റേഴ്സിനുള്ള ഒരു അപ്സ്കില്ലിംഗ് പ്ലസ് പ്രൊഡക്റ്റ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോം. അങ്ങനത്തെ ഒരുപാട് പിള്ളേരുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ, ഓഡിയൻസിലൊക്കെ. ഗെയിമിംഗ് ഇൻഡസ്ട്രി ആയിട്ട് കുറെ പിച്ചസ് എൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അവരോട് എന്തെങ്കിലും പറയണ്ടോ? കം ടു ക്രേവ്, ലെറ്റ്സ് ക്രേവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ നല്ലൊരു ടീമായിരിക്കും. അപ്ലൈ ചെയ്യാൻ വെബ്സൈറ്റോ ലിങ്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ, വെരി ഏർലി സ്റ്റേജിലാണ്. നെക്സ്റ്റ് 1 or 2 months നമ്മൾ ലോഞ്ച് ചെയ്യും. അപ്പോൾ ക്രിയേറ്റീവ് സൈഡിലുള്ള ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലുള്ള പിള്ളേർക്ക് ആനിമേഷനും ക്രേവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്, പുള്ളിയുടെയാണ്. ഒരു സാധ്യത ഉണ്ടോ? ഡൺ. അപ്പോൾ എല്ലാ മംഗളാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പോട്ടെ.